ബോധിപ്പിക്കാനല്ല ദൈവസന്നിധി നമ്മൾ ആയിരിക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുമ്പം എപ്പോഴും എപ്പോഴും ഒരു എന്താ പറയണ്ടേ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, മീറ്റിങ്ങുകൾ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു തള്ളൽ, സ്തോത്രം, ആമേൻ. ആ ദൈവ സ്നേഹം നമ്മളിലോട്ട് നിറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഓട്ടോമാറ്റിക്കലി ദൈവത്തെ സ്തുതിക്കും, സ്തോത്രം. ആ സ്നേഹത്തിൽ നമ്മൾ ദൈവത്തിന്റെ നടത്തിപ്പോൾ, ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ നമുക്ക് വാപൂട്ടിയിരിക്കാൻ പറ്റത്തില്ല, സ്തോത്രം. ഹല്ലേലൂയ. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ദൈവം ചെയ്ത ഉപകാരങ്ങളുണ്ട്, അനവധിയാ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ആയിരിക്കുന്ന കർത്താവിന്റെ കൃപയാൽ അല്ലേ, സ്തോത്രം, ആമേൻ. ഹല്ലേലൂയ. എത്രയോ അപകടങ്ങൾ, എത്രയോ പേഷ്യൻസിനെ നോക്കി വെച്ചാ ഇപ്പം വന്നിരിക്കുന്നത്, സ്തോത്രം. ഹല്ലേലൂയ. അത് മാത്രം കണ്ടാൽ മതിയല്ലോ, ദൈവം ഓട്ടോമാറ്റിക്കലി ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. അത് മരണകരമായ അവസ്ഥകളൊക്കെ തലയ്ക്ക് മീതെ ആഞ്ഞടിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് പലരും റിക്കവറി ആകാതെ കിടക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, പലർക്കും അതിശയം കൂർമാറ് ദൈവം നമ്മളെ നിർത്തിയെങ്കിൽ, സ്തോത്രം, മിണ്ടാതിരിക്കുവാനല്ല, സ്തോത്രം, ആത്മാവിൽ പ്രാർത്ഥിച്ചും ആരാധിച്ചും അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ഈ ദിവസങ്ങൾ മുന്നോട്ട് കാൽച്ചൂടുകളെ എടുത്തു വെക്കുവാൻ തക്കോണം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, സ്തോത്രം, സഹായിക്കട്ടെ. തുടർന്നുള്ള നിമിഷം ഹല്ലേലൂയ, ആമേൻ, ദേവദാസനെ മുന്നോട്ട് ക്ഷണിക്കുന്നു, വർഷിപ്പ് ലീഡ് ചെയ്യേണ്ടതായി. ഓവർ ടു ജീവൻ ബ്രദർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിൽ ഇങ്ങനെ കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഒരുക്കിത്തന്ന അവസരത്തിനായി എൻ്റെ കർത്താവിനെ എല്ലാ സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ അർപ്പിക്കുന്നു. മീറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസി സൂസൻ ബിജോയ് അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ കുടുംബത്തിനായി തന്നോടൊപ്പമായിരിക്കുന്ന പ്രവർത്തകർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയ ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദാസി ഓർപ്പിച്ചതുപോലെ ഇന്നൊരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ജീവനെ തന്നു. അതുകൊണ്ട് നാം ജീവനോടെ ഇരിക്കുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്താം. 115 സങ്കീർത്തനത്തിലെ അവസാന വാക്യം ഇങ്ങനെയാണ്: മരിച്ചവരും മൗനത്തിൽ ഉറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല, നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പകലിലും കർത്താവ് നമ്മളെ പരിപാലിച്ചു. അനർത്ഥങ്ങൾ നിറഞ്ഞതായ ഈ ലോകത്ത് സ്വർഗത്തിലെ ദൈവത്തെ ആരാധിപ്പാൻ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ജീവനെ തന്നു, ആരോഗ്യത്തെ തന്നു. കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ചില നിമിഷങ്ങൾ കണ്ണുകളടച്ച് രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും, ഹല്ലേലൂയ, മരണത്തിന് കീഴടക്കുവാൻ കഴിയാതെ വണ്ണം മരണത്തെയും പാതാളത്തെയും ജയിച്ചെഴുന്നേറ്റ് സ്വർഗത്തിലെന്നേക്കും വസിക്കുന്ന കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നു. അവിടുന്ന് സ്വർഗത്തിൽ മാത്രം ഇരിക്കുന്ന ദൈവമല്ല. ഈ രാത്രിയിൽ കർത്താവിൻ്റെ നാമത്തെ ആരൊക്കെ വിളിച്ചപേക്ഷിക്കുന്നു, ഈ പ്രപഞ്ചത്തിൽ എവിടെ നിന്ന് വിളിച്ചാലും അവിടുത്തെ സാന്നിധ്യം നമ്മുടെ മധ്യ ഇറങ്ങി വരും. ഈ രാത്രിയിൽ നമ്മുടെ മധ്യ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ചില നിമിഷങ്ങൾ കർത്താവ് ഉന്നതനം നിറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താമോ? സ്തുതികൾക്കെല്ലാം യോഗ്യൻ നമ്മുടെ കർത്താവാണ്. ആരാധന യോഗ്യൻ നമ്മുടെ കർത്താവാണ്. ഈ ലോകത്തിൽ ആരാധിക്കപ്പെടുന്ന അനേക മൂർത്തികളും ദേവന്മാരും ദേവികളും ഉള്ളപ്പോൾ അവരെക്കാളെല്ലാം മുകളിൽ നമ്മുടെ ദൈവം വാഴുന്നു. നമ്മുടെ കർത്താവ് ആകാശത്തെ ഭൂമി സൃഷ്ടിച്ച സർവ്വവല്ലഭനാകുന്ന ദൈവമാകുന്നു. ചില നിമിഷങ്ങൾ അതരങ്ങളെ ചൊല്ലി സ്തോത്രം ചെയ്താട്ടെ. Hallelujah, glory, glory, hallelujah. ഉന്നതനെ ഞങ്ങളെ മഹത്വപ്പെടുന്നു. അത്യുന്നതനെ ഞങ്ങളെ മഹത്വപ്പെടുന്നു. മരണമില്ലാത്തവനെ ഞങ്ങളെ സ്തുതിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മഹത്വപ്പെടുന്നു. Hallelujah, glory, glory. ഞാൻ പാട്ടോടെ ദൈവത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മോരിയെക്കാളും പ്രസാദം. ഈ രാത്രി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിന്റെ വിശുദ്ധിയിൽ വസിക്കുമോ? ദൈവത്തിന്റെ വിശുദ്ധിയെ സ്തുതിച്ച് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. നമുക്ക് സുപരിചിതമായ ഒരു ഗാനം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം യേശുവേ. തുടർന്ന് ഗാനം പഠി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഗ്ലോറി, ആമേൻ. സ്തോത്രം, സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം, സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകലനാമം പാടുന്നു
അതരങ്ങൾ ചെലുത്തി പാടാമോ? ഹല്ലേലൂയ, ആമേൻ ലോർഡ്. ഹല്ലേലൂയ, ആമേൻ ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ചെന്ന് പാടാമോ? പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ദൂതരും സർവസൃഷ്ടികളും വാഴ്ത്തും ഏകദൈവമേ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൂതരും സർവസൃഷ്ടികളും വാഴ്ത്തും ഏകദൈവമേ, സകല നാമം പാടും. ഹല്ലേലൂയ, ദൈവം പരിശുദ്ധൻ. കരമെടുത്ത് പാടാമോ? ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാ കണ്ണുകളും അടച്ച് ചില നിമിഷം സ്വർഗാദി സ്വർഗത്തിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ ഉന്നത ദൈവത്തെ ആത്മാവിൽ ദർശിച്ച് മഹത്വപ്പെടുത്താമോ? ആമൻ. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ ആമൻ, കെരൂബുകൾ ആ സെറാഫുകൾ അവന് ചുറ്റും പറന്നുകൊണ്ട് ആരാധിക്കുന്ന ആരാധന ആത്മാവിൽ ദർശിക്കാം. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവർ ആർത്തു വിളിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് ആലയം നിറഞ്ഞു. ഇന്ന് ഈ വേളയിൽ നാം ഇരിക്കുന്ന സ്ഥലത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിന്റെ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സാരി നമ്മുടെ ഭവനങ്ങളിൽ ഇറങ്ങി വരികയാണ്. ദൈവത്തിന്റെ മഹത്വ തേജസ് ഇറങ്ങി വരികയാണ്. ഓ മഹാദൈവം, ഓ ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി, ആമേൻ. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ സ്നേഹം ആവോളം രുചിച്ചറിഞ്ഞവരാണ്. കർത്താവ് ഈ ലോകത്തെ സ്നേഹിച്ച സ്നേഹം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച അവസാനത്തുള്ള രക്തവും നീര് നമുക്ക് വേണ്ടി ഒരുക്കി തന്നാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സകല നന്മകളും കർത്താവ് നമുക്ക് നൽകി തന്നു. നിത്യത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണമായുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിച്ചിരിക്കും. ഒരു ഭക്തൻ പാടുന്നു, ദൈവമേ നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഓ എത്ര മധുരം, തേനിനേക്കാളും തേൻകട്ടേക്കാളും. ആമേൻ. എന്റെ നാവിൽ എത്ര. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കുമോ? നിൻ സ്നേഹം ഹല്ലേലൂയ ഞാൻ രുചിച്ചു. ഹോ എത്ര മധുരം. ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി. സ്നേഹം ഞാൻ രുചിച്ചു. ഓ എത്രയോ മധുരം. ചെന്ന പടമടം. നിൻ സ്നേഹം ഞാൻ
രുചിച്ചു. ഓ എത്രയോ മധുരം തേനിനേക്കാളും കട്ടയേക്കാളും എന്നാവിനെത്ര മധുരം. ഓ തേനിനേക്കാളും കട്ടയേക്കാളും എന്നാവി എത്ര മധുരം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ. ശ്രേഷ്ഠതയാർന്ന പദവികളും ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ. ഓ നിനച്ചതിലും നേർത്തരമാ ഊഴിയിൽ നിറുത്തിയല്ലോ. ചെന്ന് പടപട ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ. ഓ നിനച്ചതിലും നേതരമായി ഹല്ലേലൂയ ഊഴിയിൽ നിറുത്തിയല്ലോ. ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ glory glory hallelujah glory amen hallelujah hallelujah. കഴിഞ്ഞ കാലം ഞാനോർത്തിടുമ്പോ ഇതിനൊന്നും യോഗ്യമല്ലേ. ചേർന്ന് പാടാമോ? ഓ കഴിഞ്ഞ കാലം ഞാനോർത്തിടുമ്പോ ഇതിനൊന്നും യോഗ്യമല്ലേ. നീനച്ചതിലും നേർത്തരമാ ബലത്തോടെ നിറുത്തിയൽ. ബലഹീനനാം ഏടിയല്ലേ. ഓ ബലഹീനനാം ഏഴയെന്നെ ബലത്തോടെ നിറുത്തിയല്ലോ. ഹല്ലേലൂയ hallelujah glory glory hallelujah glory amen hallelujah. നിൻ സ്നേഹം ഞാൻ രുചിച്ചു. ഓ എത്രയോ മധുരം തേനിനേക്കാളും കട്ടയേക്കാളും എന്നാവിനെത്ര മധുരം. ഹല്ലേലൂയ പാടാമോ? ഹല്ലേലൂയ hallelujah glory glory hallelujah hallelujah. ദൈവസ്നേഹം എത്ര പേർ തിരിച്ചറിയുന്ന രാത്രി
നിങ്ങളുടെ കണ്ണുകൾ നിറയാറുണ്ടോ? ദൈവം നമ്മളെ നടത്തിയ വഴികളെ ഓർത്ത് എത്ര പേർ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു? നമ്മളെക്കാൾ യോഗ്യതയുള്ള അനേകർ നമുക്ക് ചുറ്റുമിരിക്കുമ്പോൾ, ഈ കർത്താവിനെ അവർക്ക് കാണുവാൻ കഴിയാതെ നമ്മുടെ കണ്ണുകൾ കുരുടാക്കപ്പെട്ടിരിക്കുമ്പോൾ, കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറന്ന് തൻ്റെ മക്കളായി, പ്രിയ മക്കളായി തിരഞ്ഞെടുത്ത് നമുക്ക് ആവശ്യമായ എല്ലാം നൽകി തന്ന കർത്താവിനെ കരങ്ങളുയർത്തി സ്തോത്രം ചെയ്യാമോ? ചില നിമിഷങ്ങൾ കർത്താവേ, അവിടെ നിന്ന് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനായി നന്ദി കർത്താവേ. ഇന്നൊന്നും ഞങ്ങൾ യോഗ്യരല്ലപ്പ, എന്നാൽ അവിടെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതായ ആ നന്മകളെ ഓർത്ത് ഞങ്ങളങ്ങനെ സ്തോത്രം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ കർത്താവെ, ഞങ്ങൾ ഇതൊക്കെ അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഒരു യോഗ്യതമില്ല കർത്താവെ. അവിടെ ഞങ്ങളെ സ്നേഹിച്ച സ്നേഹങ്ങൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കും. നമുക്ക് സുപരിചിതമായ ഒരു പഴയ ആരാധന ഗാനം പാടി കർത്താവിൻ്റെ മഹത്വം. എൻ പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും എനിക്കിഷ്ടപ്പെട്ടൊരു ഗാനം കൂടിയാണ്. ആമേൻ. ഈ ലോകത്തിലെ എത്ര നന്മകൾ കൂടിയാലും എൻ്റെ കർത്താവിന് തുല്യമായി ഒന്നുമില്ല. നമ്മളെത്ര തന്നെ ഉയർത്തിയാലും എല്ലാത്തിൻ്റെ മുകളിൽ നമ്മുടെ കർത്താവ്. എത്രയൊക്കെ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. നമ്മളായിരിക്കുന്നതായ ജോലി മണ്ഡലങ്ങൾ, നമ്മളായിരിക്കുന്നതായ സാമ്പത്തിക മണ്ഡലമൊക്കെ കർത്താവ് നമ്മളെ ഉയർത്തിയാൽ അതൊന്നും നമ്മുടെ കർത്താവിനോളമാകത്തില്ല. നമ്മുടെ കർത്താവിന് എല്ലാത്തിനും മുകളിൽ. രാത്രി കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് പ്രകടമാക്കാം. കരങ്ങളെ തട്ടിപ്പാടി ഒരുമിച്ച് വായികളെ തുറന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഗ്ലോറി ആമേൻ. ഹല്ലേലൂയ, ഗ്ലോറി ആമേൻ. ഹല്ലേലൂയ, ഗ്ലോറി ആമേൻ. ഹല്ലേലൂയ, ഗ്ലോറി, ഗ്ലോറി ആമേൻ. Glory, glory, hallelujah, glory, amen, hallelujah, glory, amen, praise the Lord. യേശുവേ, ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്ന പറ്റ സ്തോത്രം. Glory, amen, hallelujah, glory, glory, hallelujah. പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹർ നിന്നെ പിരിഞ്ഞി ലോകയാം ജാരന്മാരെ ആരിക്കുമോ വത്സല? മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നോരാ പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകി. യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നോരാ പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകി. സുന്ദര മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര ആകർധാരം ജാരന്മാരെ വാഴിക്കുമോ വത്സല? മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നു. ചെന്ന് പണമോ? സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നു ഞാൻ. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാം ജാരന്മാരെ വാഴിക്കുമോ വത്സല? മണ്ണി പ്രതി മാണിക്യം വെടിയുകിൽ. ഗ്ലോറി, മണ്ണി പ്രതി വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങളെന്നെ എതിരേൽക്കുകയും, വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങളെന്നെ എതിരേൽക്കുകയും. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാം ജാരന്മാരെ വാഴിക്കുമോ വത്സല? മണ്ണി പ്രതി മാണിക്യം വെടിയുകോ. ഹല്ലേലൂയ. ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഓ പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാം ജാരന്മാരെ വാഴിക്കുമോ വത്സല? മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. യെരൂശലേം
പുത്രിമാരെ ചുറ്റും നിന്നൊരാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടും. ആമേൻ. യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നൊരാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകയും സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാർ പാലിക്കുമോ വത്സലം. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നു. ആമേൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നു ഞാൻ. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം ഗ്ലോറി ഹല്ലേലൂയ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കും. കുമിള പോലെ നീടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയും സുന്ദരന മനോഹർ അങ്ങേ പിരിഞ്ഞു. ഹല്ലേലൂയ. അങ്ങേ പിരിഞ്ഞ് ലോകയാത്ര എത്രയോ മോശമാണ് കർത്താവേ. അങ്ങേ കൂടാതെ ഒരു നിമിഷം പോലെ ജീവിക്കാൻ കഴിയുന്നില്ല. ഈ രാത്രി ഞങ്ങൾ അങ്ങയോട് ചേർന്നിരിക്കാൻ താല്പര്യപ്പെടുന്നു കർത്താവേ. ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. മനോഹര അങ്ങേ പിരിഞ്ഞ് ലോകയാത്ര പ്രാകൃതരം ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. ഓ പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാരെ വാരിക്കും വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല. ആമേൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഈ ലോകത്തിലെ സകല ദാടിമോടികളും അവൻ എന്റെ കർത്താവിനോളം വരികയില്ല. ഈ ലോകത്തിൽ ആരാധിക്കപ്പെടുന്ന സകല ആരാധന പുരുഷന്മാരും എന്റെ കർത്താവിനോളം വരികയില്ല. ഓ സർവാംഗ സുന്ദരനാകുന്ന കർത്താവിനെ ഈ രാത്രി മഹത്വപ്പെടുത്താമോ? ദൈവത്തെ മഹത്വപ്പെട്ട അന്യഭാഷകൾ ചില നിമിഷങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അവൻ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ദൈവമേ ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ എങ്ങനെ കഴിഞ്ഞു പോയൊരു ദിനവും ആശ്ചര്യമേ. ഞാൻ ചോദിച്ചതിലും അത്യന്തം പരമാചരണ. നന്ദി നന്ദി യേശുവേ. നന്ദി 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 യേശുവേ. ഞാനായതിൽ ആധാരം നീയേ. നന്ദി 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 യേശുവേ. എൻ വിശ്വാസത്തിൽ ആരംഭം നീയേ. കർത്താവേ, രാവും പകലും കർത്താവേ, ഒരു കണ്ണിന്റെ കൃഷ്ണമണി പോലും അടയ്ക്കാതെ ഉള്ള നിറത്തിലെ വസ്തു എന്നതുപോലെ കണ്ണിന്റെ കൃഷ്ണമണി എന്നതുപോലെ നിങ്ങളെ പരിപാലിച്ച ദൈവസ്നേഹത്തിന് കർത്താവിന് നന്ദി പറയാമോ? ഈ വർഷം മുഴുവൻ കർത്താവിന്റെ പരിപാലനങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ പോയ മാസങ്ങളൊക്കെ ഈ രാജ്യം മുഴുവൻ കർത്താവ് യുദ്ധത്തിന്റെ മുൻപാകെ കടന്നുപോയപ്പോൾ നമ്മളെ പരിപാലിച്ചല്ലോ. നമുക്ക് ചുറ്റും മിസൈലുകളും ഡ്രോണുകളൊക്കെ പറന്ന നാളുകളുണ്ടായിരുന്നു.
അതിനെ മധ്യേ ദൈവം നമ്മളെ സൂക്ഷിച്ചല്ലോ. കർത്താവ് നന്ദി പറയാമോ? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ഹല്ലേലൂയ, 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 ആമേൻ. ഹൃദയംഗമായി കർത്താവിന് നന്ദി പറയാമോ? ഈ രാത്രിയിൽ കർത്താവ് നമുക്ക് ചെയ്ത നന്മകൾ ഓർക്കാം. സാധാരണ നമ്മുടെ ആരാധനക്ക് പറയുന്നത് നമ്മുടെ കണ്ണിനെ കണ്ണിനിരുന്നും പ്രാണനെ മരണത്തുനിന്ന് ജീവനെ നാശത്തുനിന്ന് വീണ്ടെടുത്ത് ജീവനോട് ദേശത്ത് ജീവനോട് പരിപാലിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദി പറയാം. ഹൃദയംഗമായി നന്ദി പറയാം. പപ്പാ, we love you Lord. Thank you for your care and love. We are submitting ourselves to your feet, Lord. Accept us as living sacrifices. ഞങ്ങളെ ജീവനുള്ള ബലിയായി അംഗീകരിക്കണമേ. സകലത്തിൽ നാം മഹത്വപ്പെടുവാൻ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. Praise the Lord. Hallelujah. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വർഷിപ്പ് ലീഡ് ചെയ്യാൻ പ്രിയ ദേവദാസിനെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നന്ദി സ്നേഹത്തെയും അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണത്തോടെ ഞാൻ വിളിക്കുന്ന സമയത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാതെ വളരെ വിഷമിച്ച് നടക്കുമായിരുന്നു. സ്തോത്രം. തക്ക സമയത്ത് തന്നെ ജോയിൻ ചെയ്യുവാനും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതി ദൈവ സാന്നിധ്യം നിന്നുകൊണ്ട് വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ ദേവദാസിനെ കർത്താവ് ഉപയോഗിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് വീണ്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് സന്ധ്യാസമയത്ത് സന്തോഷമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ നടത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം പിന്നെയും മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കിയല്ലോ. ഹല്ലേലൂയ. മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടേണ്ട ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് സ്തോത്രം നമ്മൾ മൗനമായിരിക്കാനുള്ള, മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല നമ്മൾ സ്തുതിക്കേണ്ടത്. കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാവിൽ നിന്ന് സ്തുതി സ്തോത്രവും വരണം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഇത്രത്തോളം നന്മ തന്നില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പരസഹായം കൂടാതെ എഴുന്നേറ്റിരിക്കുവാൻ, കൈകളെ ചലിപ്പിക്കുവാൻ. സ്തോത്രം. കിടന്നവർക്കേ അറിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. കട്ടിലിൽ കിടന്ന് വായിക്കാത്തൊരു ട്യൂബൊക്കെ ഇട്ട് വെന്റിലേറ്റർ സപ്പോർട്ടിൽ കിടന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ സഹായം കൂടാതെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ ഹല്ലേലൂയ കർത്താവ് എത്രമാത്രം ഉപകാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ആമേൻ. ഹല്ലേലൂയ. കട്ടിലേ കിടന്നപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ എങ്ങനെ എഴുന്നേൽക്കും? ഹല്ലേലൂയ. ആര് സഹായിക്കുമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ നമ്മുടെ ജീവിതത്തിൽ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ച ജാനുവരി കർത്താവേ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കുമോ? ഞാൻ സ്തോത്രം. ഹല്ലേലൂയ. സർജറി കഴിഞ്ഞ് ഞാൻ ചെയറിൽ എന്നെ ആംബുലേറ്റ് ചെയ്ത് ഇരുത്തി ഞാൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നോക്കുവാനായിട്ട് ഇടയാത്തത് എൻ്റെ മോണിറ്ററിലോട്ട് ഞാൻ നോക്കിയപ്പോൾ സാച്ചുറേഷൻ 91, 92 ഉള്ളൂ എൻ്റെ ഓക്സിജന്റെ അളവ്. ഞാൻ വിചാരിച്ചു, കർത്താവേ എങ്ങോട്ടാ പോകുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. നേരെ നിൽക്കുവാൻ ഇടവരുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. എന്നാൽ എൻ്റെ കർത്താവ് വലിയവനാ. സ്തോത്രം. ദൈവമക്കളെ, വാക്തത്വമുള്ളവനെ ശത്രു തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. പദ്ധതി ഒരുക്കിയാലും അവിടെ നിന്ന് വിടുവിച്ചു പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തെയാ നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഈ ദൈവം എന്നെ വിടുവിക്കുമെന്നേ. സ്തോത്രം. ഹല്ലേലൂയ. അല്പസമയം നമ്മൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ പോയി ഒരു വിഷയം പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പറയുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. പലരും രോഗികളായി ഭാരപ്പെടുന്നു. നമ്മുടെ അല്ലെങ്കിൽ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയ സുജ മാത്യു സിസ്റ്റർ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. അനീഷ് കാവലം പാസ്റ്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് വരുവാനായിട്ടിടയായി തീർന്നു. നമുക്ക് ആ വിഷയത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകള് ദുബൈയിൽ, എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ജോയിൻ ചെയ്തിട്ടുണ്ടോന്ന് അറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. രോഗത്താൽ ഭാരപ്പെടുന്നു. നിങ്ങൾക്ക് കേൾക്കണമോ? സ്തോത്രം. ഒരു കുഴപ്പമില്ലായിരുന്ന കുഞ്ഞാണ്, 25 വയസ്സുണ്ട്. പെട്ടെന്ന് അസുഖമുണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. ഡയഗ്നോസ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അത് ഞാൻ പറയുന്നില്ല പബ്ലിക്കായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഒരു ആപത്ത് കൂടാതെ വേണം കുഞ്ഞ് പിന്നെയും ഡിഗ്രി കോഴ്സ് കണ്ടിന്യൂ ചെയ്യേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊക്കെ ദൈവം തലമുറ നൽകി തന്നിട്ടുണ്ട്. സ്തോത്രം. ആരോഗ്യം നൽകി തന്നതിന്, ബലം നൽകി തന്നതിന്, സൗന്ദര്യം നൽകി തന്നതിന് ദൈവമക്കളെ നമ്മൾ ഓരോ ദിവസവും നന്ദി പറയണം കർത്താവിന്റെ അടുത്ത്. സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നോക്കി കരയുന്നറിയാമോ? നമ്മുടെ ഗ്രൂപ്പിൽ ഹാലലുള്ള ലീന സ്തോത്രം സിസ്റ്ററിന്റെ ആങ്ങളെയുടെ
2 കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ദിവസം വളരെ ഭാരത്തോടെ എന്നോട് പറഞ്ഞു, ചേച്ചി ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ, 2 കുഞ്ഞുങ്ങൾക്കും ഓട്ടിസം ആണെന്ന് ഡോക്ടർ പറയാനായിട്ട് ഇടയാറ്റിരുന്നു. ദൈവമക്കളെ, എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചാലും നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ അത് പോരാ. സ്തോത്രം. ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നിങ്ങളുടെ പേഴ്സണൽ പ്രാർത്ഥനയിൽ ഞാൻ ഹല്ലേലൂയ ഇപ്പൊ പ്രാർത്ഥിച്ച് നിർത്തുന്നത് കൂടാതെ നിങ്ങൾ പേഴ്സണൽ പ്രാർത്ഥന ഈ വിഷയങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. പ്രത്യേക തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ അടുത്ത ജനറേഷനെ ശത്രു തൊടുവാൻ ദൈവം അനുവദിക്കരുത്. ഹല്ലേലൂയ കർത്താവിന്റെ സൂക്ഷിപ്പും കാവലും ഉണ്ടായിരിക്കണം. അനേക കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരും അടിമയായിക്കൊണ്ട് നമ്മൾ ജീവിച്ച ഒരു സിറ്റുവേഷൻ അല്ല. ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ കർത്താവ് പരിപാലിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. രോഗികളായ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് വിടുവിക്കണം. സ്തോത്രം. ദൈവത്തിന്റെ സാക്ഷിയാക്കി ദൈവം നിർത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേ. വിവാഹപ്രായം നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ അനേക പേരൻസ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട്. സ്തോത്രം. നമുക്ക് അവരെ ഓർത്തു പ്രാർത്ഥിക്കാം. തക്ക സമയത്ത് ദൈവഭയമുള്ള ആൺകുഞ്ഞുങ്ങളെ പെൺകുഞ്ഞുങ്ങളെ കർത്താവ് കരുതേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറകളില്ലാതെ അനേകർ ഭാരപ്പെടും. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളെ. നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ വളരെ വിഷമത്തോടും ഭാരത്തോടും കഴിയുന്നവരുണ്ട്. നമുക്ക് അവരെല്ലാം ഓർക്കാം. ആത്മഭാരത്തോട് വെറുതെ ഒരു ചടങ്ങായി മാറാതെ മക്കളെ നമ്മുടെ ഭവനത്തിൽ അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാകുന്ന വേദന, സ്തോത്രം. ഹല്ലേലൂയ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യോ കാലോ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കും? ഒരിക്കലുമില്ല. ഓടിച്ചെന്ന് നമ്മൾ കരഞ്ഞുകൊണ്ട് അതിന് വേണ്ടതായ ശുശ്രൂഷകൾ ചെയ്യും. സ്തോത്രം. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് സംഭവിച്ചാൽ അത് എങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആത്മഭാരത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. ലീനായുടെ ബ്രദറിന്റെ സ്തോത്രം 2 കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആമേൻ. ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഭവനമാ ആ പിതാവ്. സ്തോത്രം. ദൈവദാസനാണ്. ഹല്ലേലൂയ വളരെ ഭാരം തോന്നി. സ്തോത്രം. നമ്മളാണേലും സ്തോത്രം ഭാരങ്ങൾ കൂടുമ്പോൾ ദൈവത്തോട് നമ്മൾ ചോദിച്ചു, കർത്താപ്പച്ച എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാനും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്താണ് അപ്പച്ച ഇങ്ങനെയൊക്കെ. സ്തോത്രം. നമുക്ക് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അപ്പാ ഇതൊക്കെ സഹിക്കാനുള്ള ഒരു കൃപ. സ്തോത്രം. ഇത് മുന്നോട്ട് പോകാനുള്ള ഒരു കൃപ ഹല്ലേലൂയ ഞങ്ങൾക്കൊക്കെ നൽകി തരണമേ. ഞങ്ങളുടെ ഫ്രണ്ട്സിന് നൽകി കൊടുക്കണമേ. ഹല്ലേലൂയ അത് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കൊടുക്കണമേ എന്ന് ആത്മാർത്ഥതയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഒത്തിരി വിഷയമുണ്ട് എനിക്ക് പറയാം. പക്ഷേ നമ്മുടെ മുമ്പിൽ സമയമില്ല. ദൈവദാസി വായന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിട്ടുണ്ട്. നമുക്കെല്ലാം ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ആത്മഭാരത്തോടെ പ്രിയ ദൈവദാസി സുജാമാറ്റി പ്രാർത്ഥിച്ച് സഹായിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി ഹൃദയത്തോടങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളാകുന്ന അടികൾ കർത്താവേ, പല സോണികളിൽ നിന്ന് കർത്താവേ അവിടുത്തെ സന്നിധിയിൽ ഈ സൂമിന്റെ പ്ലാറ്റ്ഫോമിലായിരിക്കാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നടത്തുന്ന ഓരോ വിധങ്ങളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും ഞങ്ങൾക്ക് മതി വരികയില്ല കർത്താവേ. ഞങ്ങളുടെ കണ്ണുനീരിൽ നിന്ന് കാലിനെ വീഴ്ചയിൽ നിന്ന് ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നൊക്കെ വിടുവിക്കുന്നവരായ സ്വർഗീയ രാജാവിനെ എത്ര സ്തുതിച്ചാലും ഞങ്ങൾക്ക് മതി വരികയില്ല അപ്പച്ച. ഹല്ലേലൂയ. സ്തോത്ര. അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെ ഒരു നാളും പാഴാക്കി കളയുവാൻ ദൈവം അനുവദിക്കലേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ആമേ. ഞങ്ങൾ ചെറിയ കൂട്ടമായി കടന്നു വന്നിരിക്കുന്നെങ്കിൽ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതാകിയാ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഹല്ലേലൂയ മധ്യസ്ഥ അണിക്കുവാൻ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് തലമുറകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് പച്ചാ. ഹല്ലേലൂയ. വിവിധ വിഷയങ്ങളോട് ഭാരത്തോടെ ആയിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നീർന്ന വിഷയങ്ങളുമായി ഹല്ലേലൂയ സ്തോത്രമായിരിക്കുന്ന മാതാപിതാക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് പച്ചാ. മക്കളെ യഹോവ ദാനമാണ്, ഉദരഫലഭദ്രത പ്രതിഫലമാണ്. ഹല്ലേലൂയ സ്തോത്ര. മക്കൾ ദൈവകൃപയിലായിരിക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ അത്യുത്തമമായത് ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ലല്ലോ കർത്താവേ. ഹല്ലേലൂയ സ്തോത്ര. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഹല്ലേലൂയ എക്സാം ഒക്കെ എഴുതി നല്ല റിസൾട്ട് ഒക്കെ ലഭിച്ചു. പുതിയ യൂണിവേഴ്സിറ്റികളിലെ കോളേജുകളിലായി അവർ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവരുണ്ട് കർത്താവേ. നല്ല അഡ്മിഷനൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവഗീത പ്രകാരമുള്ള കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ ഒരു അഡ്മിഷൻ ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ.
രോഗികളായി കഴിയുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് ഓട്ടിസം മൂലം കർത്താവെ ഭാരപ്പെടുന്ന ആ 2 കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ദൈവം അറിയാതെയല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നത്. യഹോവ കൽപ്പിക്കാതെ കൽപ്പിച്ചിട്ടാവും ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നത്. ആ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നോക്കുവാനുള്ള ക്ഷമയും കൃപയും ദൈവം പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ വചനത്താൽ അവരുടെ ഹൃദയങ്ങളെ തണുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ പാസ്റ്റർ നിഷ്കാവാദത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദാസൻ ഹോസ്പിറ്റലിലായിരിക്കുന്നത് കേൾക്കുവാനിടയായല്ലോ. ദൈവമേ, ദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ മക്കളാവുന്ന അടിയങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിലോടുന്ന വചനം അയച്ചു ദാസനെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഏതവസ്ഥകളെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എങ്കിലും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ ദൈവനാമത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ നിന്റെ അഭിഷേകത്തിലെ കർത്താവ് കരങ്ങളിൽ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, ദുബൈയിലായിരിക്കുന്ന ഹല്ലേലൂയ സിസ്റ്റർ പറഞ്ഞതായ ആ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഏത് രോഗമായാലും സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു മഹത്വനായ ദൈവം ഞങ്ങളുടെ മധ്യത്തിലുള്ളതാകിയാ നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് ഹല്ലേലൂയ പറഞ്ഞതുപോലെ ദൈവമേ, ഇന്ന് രാത്രി കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ ഒരു വാക്ക് മതി കർത്താവേ, ആ കുഞ്ഞിനെ സൗഖ്യം വരുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. പൂർണ്ണ സൗഖ്യമുള്ളവളായി കാണപ്പെടുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെ പല രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഒരു ഹല്ലേലൂയ, സ്തോത്രം. അതിനെ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരുടെ കണ്ണുനീരിനെ ദൈവം ഒപ്പണമേ. കുഞ്ഞുങ്ങൾക്ക് ഒരു മനസ്സാന്തര ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ, അതൊക്കെ സമയത്ത് തക്കതായ പുത്രകളെ ദൈവം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഒരുക്കിയാൽ ഏറ്റവും ഉത്തമമാകയാ നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. പഠിച്ചിട്ട് ഹല്ലേലൂയ ജോലി ലഭിക്കാതെ അവർ ഭാരപ്പെടുന്നു. അവർക്ക് നല്ല ജോലി കൊടുത്ത് ദൈവം മാനിക്കുമറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. തലമുറകളെ കൊടുത്ത് ദൈവം മാനിക്കുമറങ്ങണമേ. ഞങ്ങൾക്ക് ഈ ലോകത്തിലെ വൈദ്യന്മാർക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്റെ ദൈവമോ, ഹല്ലേലൂയ, സ്തോത്രം, ഉരുവാക്കുന്നവൻ യഹോവയാണ്. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഗർഭത്തിൽ നിന്ന് പുറപ്പെടുവിപ്പിക്കുന്നവൻ യഹോവയാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സകലത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന. പിന്നെ കർത്താവേ, അനേക വിഷയങ്ങൾ ബന്ധത്തിൽ പ്രാർത്ഥിക്കുവാനുണ്ടല്ലോ. എല്ലാ വിഷയങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഓരോ വിഷയങ്ങളെയും ഓരോ ഹൃദയങ്ങളുടെ അവസ്ഥകളെ അറിഞ്ഞ് ദൈവം പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യം വേണ്ടിയവരെ ദൈവം സൗഖ്യമാക്കുന്ന യഹോവയാണ്. ഹല്ലേലൂയ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന തിരുവചനവുമായി കണ്ടുവരിക്കുന്ന പ്രത്യേക ദാസിയോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ രാത്രി കാലം വിളമ്പിത്തരുവാൻ തക്കവണ്ണം തന്റെ അഭിഷേകത്തെ കരങ്ങളിൽ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ ദൈവം പ്രാർത്ഥനകളും യാചനകളും കേട്ട കൃപകൾക്കായി സ്തോത്രം. ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദാസിയെ നയിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നല്ല ഗാനങ്ങൾ പാടി ഞങ്ങൾക്ക് ഹല്ലേലൂയ ആത്മപ്രയോജനം തന്ന ജീവൻ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദാസനെയും കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂമിന്റെ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ രക്തമുടികൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും കേട്ട കൃപകൾക്കായി സ്തോത്രം. സാന്നിധ്യ ബോധത്തോടെ ഓരോരുത്തരുമായി ഇരുപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യണം. സകല മാനമഹത്വം അവിടുത്തേക്ക് സകലവും പിന്നെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ച് സഹായിച്ച പ്രിയ ദേവദാസിയോടുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം കാണുന്നു: മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയോന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമിയിലെ വഴികളെ പറ്റി കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ദേവദാസിനെ എടുത്ത് പ്രസംഗിച്ച ഒരു വേദഭാഗമാണിത്. സ്തോത്രം. എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമിയിലെ വഴിയെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്തോത്രം. നമ്മൾ മരുഭൂമിയിൽ കൂടി, ഇവിടെ സൗദിയിലൊക്കെ മരുഭൂമിയിൽ കൂടെ നടന്നിട്ടുണ്ട്. കേരളത്തിൽ ഞാൻ ആയിരുന്ന സമയത്ത് മരുഭൂമി എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. സ്തോത്രം. പക്ഷേങ്കിൽ ഇവിടുത്തെ മരുഭൂമിയിൽ കൂടെ നമ്മൾ നടക്കുമ്പം അടുത്ത നമ്മൾ പോയിട്ട് ഇച്ചിരി മുന്നോട്ട് പോയിട്ട് തിരിച്ചൊരു കാറ്റടിക്കുമ്പോൾ അത് മാറിപ്പോവും. സ്തോത്രം. ഹല്ലേലൂയ. അത് പിന്നെ കാണാത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുക,
കുഞ്ഞെ മരുഭൂമിയിൽ വഴികളെ ഒരുക്കി, സ്തോത്രം, നടത്തുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം, ഹാലലുയ. നിർജ്ജന പ്രദേശത്ത്, ഹാലലുയ, ആമേൻ ആമേൻ, ഹാലലുയ, സ്തോത്രം സ്തോത്രം, നദികൾ ഉണ്ടാക്കുവാൻ, ഹാലലുയ, നമ്മുടെ ദൈവം ശക്തനാ. സ്തോത്രം, ഹാലലുയ. ഒന്നും സാധിക്കത്തില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, സ്തോത്രം. എന്നാ നമ്മുടെ ദൈവം ആരാ? സ്തോത്രം. മരുഭൂമിയിൽ നീ അറിയാത്ത, ഹാലലുയ, നീ അസാധ്യമെന്ന് നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആമേൻ, വഴികളെ, സ്തോത്രം, കർത്താവ് നിന്റെ മുമ്പിൽ തുറന്നു തരുവാൻ ശക്തനാ. ഹാലലുയ. ആമേൻ. നിർജ്ജന പ്രദേശത്ത്, ആമേൻ, നദികളെ ഒരുക്കി നിന്നെ മാനിക്കുവാൻ കർത്താവ് ശക്തനാ. സ്തോത്രം, ഹാലലുയ. അതിന്റെ താഴത്തെ വാക്യം ഇപ്രകാരം കാണും: ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന്. ദൈവമാ നമ്മളെ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുക എന്റെ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്? സ്തോത്രം. എന്നാ വിശ്വസിച്ചോ? ഹാലലുയ. മരുഭൂമിയിൽ ദൈവം നിനക്ക് വഴികളെ തുറക്കാൻ പോവുക. സ്തോത്രം. നിർജ്ജന പ്രദേശത്ത് നദികൾ ഒരുക്കാൻ പോവുക. ഇന്ന് രാത്രി എത്ര പേർ ആത്മാവിൽ വിശ്വസിച്ച് ഏറ്റെടുത്തു പോകില്ല? ഹാലലുയ. ഇന്ന് രാത്രി നിങ്ങൾ വിടുതൽ കാണുവാനായിട്ട് ഇടയായി തീരും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹാലലുയ. ഹാലലുയ. എന്റെ ജനത്തിന് കുടിക്കുവാൻ കൊടുക്കേണ്ടതിന് ഞാൻ ഒരു മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടപക്ഷികളും എന്നെ ബഹുമാനിക്കും. സ്തോത്രം. ഹാലലുയ. മറ്റുള്ളവർ നോക്കി എന്ന് പറഞ്ഞിട്ടില്ല ഇതിനപ്പുറം നീ കടക്കത്തില്ലെന്ന്. സ്തോത്രം. എന്നാൽ അതിന്റെ മുമ്പിൽ, ഹാലലുയ, വഴികളെ തുറന്ന്, സ്തോത്രം, ഹാലലുയ, നടത്തുവാൻ എന്റെ ദൈവം, നമ്മളെ സേവിക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് പറ: ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തിന് അസാധ്യമായ യാതൊരു കാര്യവും ഇല്ല. സ്തോത്രം, ഹാലലുയ. യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. ആത്മാവിൽ ഏറ്റെടുത്ത് ദൈവമക്കളെ, സ്തോത്രം, വചനം സ്വീകരിക്കണം. സ്തോത്രം. ആരാ പറയണത് നോക്കണ്ട. സ്തോത്രം. ആത്മാവ് നിന്നോട് ഇടപെടുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം ആത്മാവിൽ അതിനെ ഏറ്റെടുത്തുകൊള്ളണം. അസാധ്യമാണ് എന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് നീ ചിന്തിച്ചിരിക്കുന്നില്ലേ? ഇന്ന് രാത്രികാലം ആത്മാവിൽ പറയുക: കുഞ്ഞെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ എന്റെ ദൈവത്തിന് സാധിക്കുമെന്നേ. സ്തോത്രം, ഹാലലുയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ആമേൻ ആമേൻ ആമേൻ. ഹാലലുയ. നമ്മൾ ദൈവത്തിലേക്ക് കടക്കാൻ പോവുക. സ്തോത്രം, ഹാലലുയ. ദൈവദാസി, ഹാലലുയ, ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത് പ്രിയ ആൻസി പൗലോസ്, ഹാലലുയ, ദൈവദാസിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒത്തിരി, ഹാലലുയ, മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല. സ്തോത്രം, ഹാലലുയ. മേഴ്സി മണി ആന്റിയുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ ടെസ്റ്റ് മണി കേട്ടു. സ്തോത്രം, ഹാലലുയ. ആ സമയം മുതൽ എന്റെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രിയ ദേവദാസിയെ നമ്മുടെ മീറ്റിംഗ് വിളിക്കണം. സ്തോത്രം, ഹാലലുയ. ഞാൻ നേരത്തെ ക്ഷണിച്ചിരുന്നു, പക്ഷേങ്കിൽ സ്ഥലത്തില്ലായിരുന്നതിനാൽ, സ്തോത്രം, ഹാലലുയ, ആ സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റില്ല. എന്നാൽ കർത്താവിന്റെ സമയത്ത് തന്നെ, ഹാലലുയ, കർത്താവ് നമ്മളെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ആ പുസ്തക ചുരുളിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതുപോലെ നടക്കുകയുള്ളൂ. സ്തോത്രം. ഈ മാസം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പ്രിയ ദേവദാസിയെ കർത്താവ് സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലുയ. നിങ്ങളൊക്കെ കേൾക്കണം ആ ടെസ്റ്റ് മണി. എനിക്ക് തോന്നുന്നു അരോമ ടിവിയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. സ്തോത്രം, ഹാലലുയ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരും. കാരണം, ഹാലലുയ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തെ കണ്ണിക്കുവാൻ ആർക്കും കഴിയുകയില്ല. സ്തോത്രം. നമ്മളെ നടത്തിയ ദൈവത്തെ ഓർത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദൈവത്തെ സ്തുതിക്കണം. ഹാലലുയ. പ്രിയ ദേവദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള 1 hour, ഹാലലുയ, ദേവദാസി വചനം ശുശ്രൂഷിക്കേണ്ടതിനായി ദേവദാസി തന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സ്തോത്രം, ഹാലലുയ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആൾക്കാർക്കൊക്കെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്തോത്രം, ഹാലലുയ. ഇപ്പൊ സൂമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒത്തിരി പ്രസംഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അറ്റൻഡ് ചെയ്തുകൊണ്ട് എല്ലാവരും, സ്തോത്രം, ഹാലലുയ. എനിവേ, ദേവദാസി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ദേവദാസിക്കുള്ള സമയം ഞാൻ വേർതിരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കും. താങ്ക് യു, മാ. താങ്ക് യു സോ മച്ച്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ നമുക്കൊന്നിച്ച് പ്രാണപ്രിയനെ ഉയർത്താൻ ലഭിച്ച അവസരത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും, വിശേഷാൽ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസിക്കും, വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ ശബ്ദം കുറച്ച് പ്രയാസമാണ്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസം തമിഴ്നാട്ടിൽ കന്യാകുമാരി നാഗർകോവിൽ സൈഡിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയായിട്ട് കടന്നുപോയിരിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഞാൻ അവിടുന്ന് വണ്ടി ഓടിച്ച് 7:30 കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നത്. 5.5 മണിക്കൂർ 6 മണിക്കൂർ നിർത്താതെ വണ്ടി ഓടിച്ചു. 2.25 മണിക്കൂറത്തെ പ്രസംഗം കഴിഞ്ഞ് 6.5 മണിക്കൂർ വണ്ടി ഓടിച്ച് എൻ്റെ വീട്ടിൽ വന്ന് കയറി. വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുണ്ടെന്ന് ഹൃദയത്തിനകത്ത് ആ ഒരു വേദന എൻ്റെ ഹൃദയത്തെ ആഴത്തിൽ ഭരിക്കുവാനിടയായി. വന്നു, പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി പ്രാർത്ഥിച്ചു അല്പസമയം. കർത്താവ് ആ സമയത്ത് ഡ്യൂറിങ് ഡ്രൈവിങ്ങിലും ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ തന്ന ആലോചനയാണ്
ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു കൺഫർമേഷൻ കർത്താവിൻ്റെ ദാസിയുടെ വാക്കിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചിരിച്ചു. സാറ ബാക്ക് സൈഡിൽ പോയി നിന്ന് ചിരിച്ചതുപോലെ ഞാനും ഒന്ന് ചിരിച്ചു. കാരണം എല്ലാവരിലും വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ലല്ലോ. എത്ര കൃത്യമായിട്ട് ആ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച വചനത്തിൻ്റെ കൺഫർമേഷൻ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസി സിസ്റ്റർ സൂസനിൽ നിന്ന് കേൾക്കുവാനിടയായത് എന്നോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. ദൈവമക്കളെ, നമ്മൾ പല ടൈം സോണുകളിലുള്ളവരല്ലേ അതിനകത്തുള്ളത്. പക്ഷെ നമുക്ക് കിട്ടിയ സമയം ക്രൂശിൻ്റെ ചുവട്ടിൽ അപ്പഴടക്കിലേക്ക് നടത്തി ചെന്നാലോ, നമ്മുടെ അപ്പ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. സൂം മാധ്യമത്തിലൂടെയാണ് നമ്മൾ കാണുന്നതെങ്കിലും സംസാരിക്കുന്നതെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ ഉറപ്പ് തരാം. വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് അപ്പൻ്റെ അടുക്കൽ നിന്ന് കേൾക്കാൻ ആവലോടെ കാത്തിരിക്കുന്ന നിങ്ങളാരും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒറ്റയ്ക്കല്ല. അപ്പ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന അപ്പ, നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ അറിയുന്ന അപ്പ, നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന അപ്പ നമ്മുടെ നടുവിൽ ഈ രാത്രി ഉണ്ട്. നിശ്ചയമായും ഉണ്ട്. ഞാനത് അനുഭവിക്കുന്നത് കൊണ്ട് പറയുക, നിശ്ചയമായും ഉണ്ട്. ശരീരത്തിന് അല്പമല്ലാത്ത ക്ഷീണമുണ്ടെങ്കിലും ആ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവ് മൺകൂടാരത്തിൽ വന്നപ്പോൾ ആത്മാവിൽ ചിലത് സംസാരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂതായിട്ട് പറയുക. ശൈലശ്രേ, ഭാരപ്പെട്ട് കലങ്ങിപ്പോകരുത് കേട്ടോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വഴി കർത്താവിൻ്റെ ദാസി പറഞ്ഞതുപോലെ അഗോചരമ. എനിക്കറിയില്ല പേര് വിളിച്ച് പറയാൻ. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പറയുക, നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിന്നെ നടത്താൻ കരുത്തുള്ള കർത്താവ് കൂടെയുണ്ട്. പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു അനുഭവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദർശിക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് കർത്താവേ എന്ന് പറഞ്ഞ് പലപ്പോഴും കരയുന്ന അവസ്ഥ ദൈവത്തിൻ്റെ ആത്മാവ് ദർശിക്കുമ്പോൾ ഈ രാത്രി പറയുക, ഒറ്റയ്ക്കല്ല, കൂടെയുണ്ട്. അപ്പയ്ക്ക് വേണം കേട്ടോ. അപ്പയ്ക്ക് വേണം. ആർക്കും വേണ്ടെങ്കിലും അപ്പയ്ക്ക് വേണം. ആ വാക്ക് സുസനമാമ ഞാൻ എടുത്തു പറയാം കേട്ടോ. ആർക്കും വേണ്ടെങ്കിലും ശൈലാശ്രേ അപ്പായ്ക്ക് വേണം കേട്ടോ. എനിക്കറിയില്ല വാക്ക് പറയാൻ എന്താ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നതെന്നോ. പക്ഷേ എനിക്കൊരു കാര്യം നന്നായിട്ടറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെ അറിയാവുന്നതുപോലെ ഉലകത്തിലെ ഒരു മനുഷ്യന് നമ്മളെ അറിയത്തില്ല. ഇന്ന് രാത്രി ഏകാഗ്രതയോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് പകർന്നു കൊടുത്ത് പ്രാർത്ഥിക്കാം. ആഴത്തിലൊന്ന് പ്രാർത്ഥിച്ചേ, അപ്പാ ഈ രാത്രി എന്നോടൊന്ന് സംസാരിക്കണം. വിഷയത്തിന് മറുപടി അല്ല പ്രധാനം. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കിട്ടുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും അതല്ല നമ്മുടെ ഫൈനൽ ആഗ്രഹം. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കരുത്. എനിക്ക് ഉന്നത പദവി വേണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നതിന് തെറ്റില്ല, പ്രാർത്ഥിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ അതായിരിക്കരുത് നമ്മുടെ കോൺസെൻട്രേഷൻ. നമ്മുടെ കോൺസെൻട്രേഷൻ വേണ്ടത് എന്താണെന്ന് അറിയാമോ? അപ്പ എന്നെ വിട്ടിട്ട് ഒരു സെക്കൻഡിലേക്ക് പോലും പോകരുത്. അപ്പയുണ്ടെങ്കിൽ എനിക്കെല്ലാം ഉണ്ട്. അപ്പയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ എനിക്കെല്ലാം ഉണ്ട്. അപ്പയുടെ സാന്നിധ്യത്തെ കൊതിച്ചുകൊണ്ടൊന്ന് രാത്രി പ്രാർത്ഥനയ്ക്കായി തലകളെ ഒന്ന് വണക്കാൻ പറ്റുമോ? ഡാഡിയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഒന്ന് ചോദിക്കാൻ പറ്റുമോ? ഞാൻ അങ്ങയുടെ ഒപ്പം എൻ്റെ കയ്യിൽ പിടിച്ച്, അങ്ങയുടെ കയ്യിൽ ഞാനൊന്ന് പിടിച്ചൊന്ന് നടക്കട്ടെ, എന്നെ വിട്ടിട്ട് പോകാതെ. ജീവിതത്തിന്റെ പല ഏടുകളില്, ജീവിതത്തിന്റെ പല സാഹചര്യത്തിലും ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. ഒറ്റപ്പെട്ടു പോയ അനുഭവം എനിക്കുണ്ട്. എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലാത്ത സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ജോലിയുണ്ട്, സാമ്പത്തികമുണ്ട്, സാമ്പത്തിക സ്രോതസ്സുകളുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ഒരൊറ്റപ്പെടൽ, എവിടെയൊക്കെയോ ആരുമില്ലാത്തൊരവസ്ഥ, എവിടെയൊക്കെയോ നൊമ്പരങ്ങൾ ഹൃദയത്തിനകത്ത് പേറിക്കൊണ്ട് കനലെരിയുന്നത് പോലെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അത് കാണാൻ ആരുമില്ലെന്നൊരു നൊമ്പരം ഹൃദയത്തെ കീറി മുറിക്കുമ്പോൾ ഒറ്റയ്ക്ക് അറിയാതിരുന്ന കണ്ണുകൾ നിറഞ്ഞു പോകാറില്ലേ? ഡ്യൂട്ടി റൂമിലും അല്ലെങ്കിൽ ചേഞ്ചിങ് റൂമിലും. എന്തിനേറെ കർത്താവ് ഇങ്ങനെ പറയാൻ എന്നോട് പറയാ, വാഷ്റൂമിൽ പോലും കയറിയിരുന്ന് 2 മിനിറ്റ് കരഞ്ഞിട്ട് പുറത്തിറങ്ങി വന്ന് ജോലി ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? ഇന്ന് രാത്രി പരിശുദ്ധൻ ആരോടൊക്കെയോ പറയുക, ആത്മാവിൽ തൊട്ട് ഞാൻ പറയാം, ഒറ്റയ്ക്കല്ല കേട്ടോ. കർത്താവിൻ്റെ ദാസി മിനിയാനിൽ ഒറ്റയ്ക്കല്ല കേട്ടോ.
പ്രാണപ്രിയൻ കൂടെയുണ്ട്. കണ്ണിൽ നിന്നൊഴുകുന്ന ഒരു തുള്ളി കണ്ണുനീര് പോലും കാണാതിരിക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം. പലപ്പോഴും എൻ്റെ കണ്ണുനീര് പോലും വിലയില്ലാതായി പോയോ, എൻ്റെ കരച്ചിലിന് പോലും വിലയില്ലാതായി പോയോ, എൻ്റെ വേദനകൾക്കൊരിക്കലും അറുതി വരത്തില്ലേ, ഇവിടെ തന്നെയാണോ എൻ്റെ അന്ത്യം എന്നൊക്കെ ചിന്തിച്ച് നീറിപ്പുകയുന്ന ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുമ്പോൾ ഇന്ന് രാത്രി അപ്പ ആഴത്തിൽ പലരോടും ചൂണ്ടിക്കൊണ്ട് വ്യക്തിപരമായി പറയുക, ഒറ്റയ്ക്കല്ലെന്ന്, അപ്പ കൂടെയുണ്ട്, അപ്പ കൂടെയുണ്ട്. മക്കളെ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി സംസാരിക്കേണ്ടതിന്, ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതിന് നാം ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുകയാണ്. വാക്യം ഇതാണ്. ആദ്യത്തെ വാക്യം ഞാൻ കൃപയാൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 39-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാം വാക്യം. അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. അവൻ എഴുന്നേറ്റു. അവൻ എന്ന് പറയുന്നത് യേശുവിനെയാണ്. അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. ചരിത്ര പശ്ചാത്തലം നന്നായി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണെന്ന് എനിക്കറിയാം. അത് പറഞ്ഞ് സമയം കളയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ പറയാൻ തുടങ്ങിയാൽ ദൈവത്തിന്റെ ആത്മാവ് തന്ന ആലോചന പൂർത്തീകരിക്കാനാവാതെ ഈ മെസ്സേജ് സമയത്തിന് എനിക്ക് നിർത്തേണ്ടതായി വരും. യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ ദാസനായിട്ടാണ് മർക്കോസ് എന്ന് പറഞ്ഞ സുവിശേഷകൻ വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പത്രോസിന്റെ സഹചാരിയും സുവിശേഷ രചയിതാവുമായ മർക്കോസിന്റെ പേരിൽ തന്നെയാ താൻ ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അവന്റെ എബ്രായ നാമം യോഹന്നാൻ എന്ന പേരാണ്. ലത്തീനിൽ അവനെ മർക്കസ് എന്ന് വിളിക്കും. ആ മർക്കോസ് തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാം. ഈ ചരിത്ര പശ്ചാത്തലം യഹൂദന്മാരെ കൂടുതലായിട്ട് മുമ്പിൽ കണ്ടുകൊണ്ടാണ് താൻ ഇത് എഴുതിയതെങ്കിലും വായിച്ചതും ഗ്രഹിച്ചതും ജീവിച്ചതും കൂടുതൽ റോമാക്കാരാ. ഈ കൃപയാൽ നമുക്കും ഇതിനെ അനുകരിക്കാൻ, പഠിക്കാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ദൈവം അവസരം തന്നു. അവിടത്രയും പറഞ്ഞുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷത്തെ കുറിച്ചുള്ള വിശദീകരണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നുള്ള വാക്യമാണ് നമ്മൾ വായിച്ചത്. 4-ാം അധ്യായത്തില് ആദ്യത്തെ ഭാഗത്ത് കാണുന്നു വിതയ്ക്കുന്നവന്റെ ഉപമ. ദൈവത്തിന്റെ ആത്മാവ് മർക്കോസിലൂടെ പറയുന്നുണ്ട്. ചിലത് വഴിയരികെ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കട്ടെ, നല്ല സ്ഥലത്ത് വീണ വിത്ത് പോലെ ഈ വചനം നിങ്ങളുടെ ഹൃദയങ്ങളെ കരുത്തുള്ളവരാക്കി മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്, പറയിൻ കീഴിലെ വിളക്ക്, തണ്ടിന്മേൽ വെച്ച വിളക്ക്. 21 മുതലുള്ള വാക്യത്തിൽ പറയിൻ കീഴിൽ വെച്ച വിളക്കിന്റെയും തണ്ടിന്മേൽ വെച്ച വിളക്കിന്റെയും പ്രത്യേകതകളെ കുറിച്ച് പറയാ. മക്കളെ, അകത്തളത്തിൽ വേദനയുണ്ടെങ്കിലും, അകത്തളത്തിൽ നൊമ്പരമുണ്ടെങ്കിലും, അകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ ശോഭിക്കണം കേട്ടോ. ഈ പുകച്ചിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ വേദനയല്ല നിന്റെ മുഖത്തിലൂടെ എക്സ്പ്രസ് ചെയ്യേണ്ടത്, നിന്റെ ഹൃദയത്തിന്റെ പെയിൻ അല്ല നിന്റെ മുഖത്തൂടെ മറ്റുള്ളവർ കാണേണ്ടത്, തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ. കാരണം ഉള്ളിലെ നീറ്റൽ അറിയുന്നവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രൈസ് ഗാഡ്. മൂന്നാമത്, വിത്തിന്റെ ഉപമയാ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യൻ നല്ല വിത്ത് മണ്ണിൽ എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെ, പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്, കൊയ്ത്താകുമ്പോൾ എല്ലാം ഒരുപോലെ വരുന്നത് പോലെ എന്ന് പറയുന്നു. ഇതിനകത്ത് അർത്ഥം എന്താണെന്നറിയാമോ? ഒരേ സഭയായിരിക്കാം, ഒരേ ആത്മീയ കൂട്ടായ്മയായിരിക്കാം, ഒരേ വിശ്വാസി എന്ന പേരായിരിക്കാം, ഒരേ ആത്മീയ അന്തരീക്ഷമായിരിക്കാം. പക്ഷെ നീ പതിരാണോ കതിരാണോ എന്ന് ഒന്ന് നന്നായി മനസ്സിലാക്കണം. പതിരാണെങ്കിൽ ഒരു തീപ്പൊരി വീഴുമ്പോൾ കത്തിച്ചാമ്പലാകും. കതിരാണെങ്കിൽ ഒരു തീക്കും കെടുത്താൻ പറ്റത്തില്ല. നാം കതിരായി എന്ന് പറഞ്ഞാൽ ഘനമുള്ളവരായി, കാതലുള്ളവരായി, മറ്റുള്ളവരെ പോഷിപ്പിക്കുന്നവരായി, അനേകരുടെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുന്ന വേദന ഒപ്പുന്നവരായി, അനേകരുടെ വിശപ്പടക്കുന്നവരായി മാറാൻ ദൈവം സഹായിക്കട്ടെ. അടുത്തത്, വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന
കടുകുമണിയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് നമ്മുടെ പേര് വിശ്വാസിന്ന? നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ. എനിക്ക് തുറന്നു പറയാമല്ലോ, അല്ലേ സുസ്മാമേ? തുറന്നു പറയത്തില്ലേ? നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ, നമ്മുടെ പേര് വിശ്വാസിന്ന. പക്ഷെ പലപ്പോഴും നമുക്ക് ശ്വാസം മാത്രമേ ഉള്ളൂ, വീയില്ല. അതിന്റെ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. എന്തില്ല? വീയില്ല. ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പല വീകളുമില്ല. വിനയം വേണം നമുക്ക്, വീയില്ല. നയത്തിൽ നിൽക്കാനറിയാം. വിശ്വാസം വേണം നമുക്ക്, വീയില്ല. ശ്വാസം മാത്രമേ ഉള്ളൂ. വിജയം വേണം നമുക്ക്, വീയില്ല. ജയം മാത്രമേ ഉള്ളൂ, രക്തത്താൽ ജയം. ഇങ്ങനെ പല വീകളും വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. പക്ഷേ ഈ ചുരുക്കം പേരായിട്ട് KSA മീറ്റിങ്ങിന് കൂടുന്നവരോട് ഞാൻ പറയട്ടെ, നമ്മൾ വ്യത്യസ്തരായി ജീവിക്കണേ, വ്യത്യസ്തരായി ശുശ്രൂഷിക്കണേ, വ്യത്യസ്തരായി കർത്താവിനെ സേവിക്കണേ, വ്യത്യസ്തരായി കർത്താവിനെ സ്നേഹിക്കണേ, വ്യത്യസ്തരാകണേ. ഡിഫറെന്റ്, മറ്റുള്ളവരെക്കാളും ഡിഫറെന്റ്. 1000-ൽ ഒരുവനാകാൻ എല്ലാവർക്കും കഴിയും, 1000-ൽ ഒരുവളാകാൻ എല്ലാവർക്കും കഴിയും. 1000-ൽ 1000 പേരെ പോലെ അല്ല എന്ന് പറയിപ്പിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. കൂട്ടത്തിൽ പാടാൻ എല്ലാവർക്കും കഴിയും, കൂട്ടത്തിൽ ആരാധിക്കാൻ എല്ലാവർക്കും കഴിയും. മക്കളെ, ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ അപ്പനൊപ്പം ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കണം കേട്ടോ. ഞാൻ നിങ്ങളോട് തികഞ്ഞ സ്നേഹമുള്ളത് കൊണ്ടാണ് അത്ര ഓമനപ്പേരിട്ട് ചൊല്ലി വിളിക്കുന്നത്. ഞാൻ യേശുപ്പച്ചന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ നിങ്ങളെ വിളിക്കുകയാണ്. കുഞ്ഞുങ്ങളെ പോലെ കണ്ടതുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ എന്നെക്കാട്ടിലും മൂത്തവര് കാണും, സമപ്രായക്കാര് കാണും, എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ ഹൃദയത്തിന്റെ ആഴത്തിനകത്ത് നിറയുന്ന ദൈവസ്നേഹത്തിന്റെ നിറവിൽ ഞാൻ നിങ്ങളെ കുഞ്ഞുങ്ങളെ പോലെ കണ്ടുകൊണ്ട് പറയുക, നമ്മൾ വ്യത്യസ്തരാവണം. എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യം കേട്ടുന്നു കർത്താവിന്റെ ദാസി പറഞ്ഞല്ലോ, മമേ വേദന അനുഭവിക്കാൻ തുടങ്ങിയ കാലം മുതൽ, ജീവിതത്തിന്റെ ഓർമ്മ വെച്ച കാലം മുതൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഇന്ന് വൈകിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പോഴും, കർത്താവെ എല്ലാവരെയും പോലെയല്ല, വ്യത്യസ്ത അനുഭവത്തിന് ഉടമയാക്കി മാറ്റണം, വ്യത്യസ്ത ശുശ്രൂഷയ്ക്ക് ഉടമയാക്കി മാറ്റണം, വ്യത്യസ്തമായി അങ്ങേ സ്നേഹിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1000-ൽ ഒരുവളായി കാണാതെ 1000 പേരിൽ അധികമായി ഒരാളെ കാണുന്ന, 1000 പേരെ പോലെ അല്ല അത്. ആ സംഭവം, ആ പ്രാർത്ഥന, ആ ആരാധന, ആ വചന ശുശ്രൂഷ, ആ ശബ്ദം, ആ പേഴ്സണാലിറ്റി, ആ തേജസ്, ആ ദൈവകൃപ എല്ലാവരെയും പോലെ അല്ല എന്ന് പറയുന്ന ഒരാത്മീയ ജീവിതത്തിന് ഉടമയാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. ഇനി വായിച്ച വാക്യത്തിലേക്ക് വരാം. വായിച്ച വാക്യത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. സന്ധ്യയായപ്പോൾ പുരുഷാരത്തെ മുഴുവനും പറഞ്ഞു വിട്ടിട്ട് കർത്താവപ്പച്ചൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വരിക, നാം അക്കരയ്ക്ക് പോകാം. ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഇതേ വാക്യം കിടപ്പുണ്ട് കേട്ടോ. എനിക്ക് അതിനകത്തെ വാക്യമാണ് ഒന്നും കൂടെ ഇഷ്ടം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള ഭാഗത്തും ഇതേ സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. വിളക്കിന്റെ ഉപമ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, 12 ശിഷ്യന്മാരെയും ചേർത്ത് പടകിലെ യേശു അക്കരയ്ക്ക് പോകാൻ തീരുമാനിച്ചു. പുരുഷാരത്തെ ദീർഘദിവസങ്ങളായി ഉപദേശിച്ചും സൗഖ്യമാക്കിയും അത്ഭുതങ്ങൾ ചെയ്തും ദീർഘദൂരം സഞ്ചരിച്ചുമൊക്കെ എൻ്റെ ഡാഡിക്ക് അല്പം ക്ഷീണം കൂടുതലായിരുന്നു. അമരത്ത് തല വെച്ച് അപ്പ ഉറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കരം ചുഴലിക്കാറ്റുണ്ടായി. പടകിനകത്ത് വെള്ളം കയറി, വെള്ളം മുങ്ങുമാറായി. ശിഷ്യന്മാർ തണ്ടു വലിച്ച് എത്രത്തോളം പടക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നഴ്സുമാരുണ്ടല്ലോ ഒത്തിരി പേര് ഇതിനകത്ത്. എത്ര ടയേർഡായിട്ട് രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് ഡ്യൂട്ടി ചെയ്തിട്ട് വന്നാലും വീട്ടിൽ വന്നൊന്ന് കിടന്നു കഴിയുമ്പോൾ ഒരു ചെറിയ, എത്ര ഡീപ്പ് സ്ലീപ്പിന്റെ ഇടയിലും ഒരു ചെറിയ ശബ്ദം കേട്ടാ ഉണരാതിരിക്കുവോ? ആരെങ്കിലും ഡോർ ഒന്ന് ശക്തമായിട്ട് അടയ്ക്കുന്നതിന്റെ ഒച്ച കേട്ടാ ഉണരാതിരിക്കുവോ? വേണ്ട, കിടക്കുന്ന റൂമിൽ AC അല്ല, ഫാൻ ഇട്ടിട്ട് നമ്മൾ കിടക്കുകയാണെന്നിരിക്കട്ടെ, അറിയാതെ ഫാൻ ആരെങ്കിലും ഒന്ന് ഓഫാക്കിയിട്ട് പോയാൽ ഉണരാതിരിക്കുവോ? ഒരു ചെറിയ ശബ്ദം, കുഞ്ഞുങ്ങളാവട്ടെ, മുതിർന്നവരാവട്ടെ, ഹസ്ബൻഡ് ആവട്ടെ, മുറിക്കകത്ത്, നമ്മൾ ഉറങ്ങുന്നത് മുറിക്കകത്തോ മുറിയുടെ വെളിയിലോ ഒരു ചെറിയ ശബ്ദം കേട്ടാ നമ്മൾ ഉണരാതിരിക്കുവോ? ഉണർന്നു പോകും. ഞാൻ 17 വർഷം സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്ത ആളാണ്. ഉണരും, തീർച്ചയായിട്ടും ഉണരും. പക്ഷെ നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, അതിഭയങ്കര കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് പടകിന് നേരെ അടിച്ചു. പടകിൽ ചുഴലിക്കാറ്റ് അടിച്ചതിന്റെ പ്രകമ്പനം കൊണ്ടുകൊണ്ട് തിര മുഴുവനും തെള്ളി പടകിനകത്ത് കയറി.
12 ശിഷ്യന്മാരും നനഞ്ഞു. അമരത്ത് തല വെച്ച് കിടക്കുന്ന കർത്താവും നനഞ്ഞു കാണും. പക്ഷെ ഉണർന്നില്ല. എന്താ ഉണരാത്തെ? ശൈല സിസ്റ്റർ ചോദിക്കാറില്ലേ, എൻ്റെ പടകിൽ മാത്രം എന്താ അങ്ങ് എഴുന്നേൽക്കാത്തതെന്ന്? കർത്താവിൻ്റെ മറുപടി ഇന്ന് പകൽ പറയാൻ പോകുക കേട്ടോ. പരിശുദ്ധാത്മാവ് ഇങ്ങനെയാ എന്നോട് പറയുന്നേ. അമരത്ത് തലവെച്ച് കിടന്നുറങ്ങുന്ന ദൈവത്തെ തിരയ്ക്ക് ഉണർത്താൻ പറ്റിയില്ല, കൊടുങ്കാറ്റിന് ഉണർത്താൻ പറ്റിയില്ല, പടകിൽ കയറിയ വെള്ളത്തിന് ഉണർത്താൻ പറ്റിയില്ല. സുസമാമേ, 12 പേരും ശബ്ദത്തോടെയായിരിക്കും തണ്ടു വലിച്ചത് പടക് മുങ്ങാതിരിക്കാൻ. അവരുടെ വിളിയിലും അവരുടെ അധ്വാനത്തിലും അവരുടെ കഷ്ടപ്പാടിൻ്റെ ഇടയിലെ ഞരക്കത്തിലും അപ്പ ഉണർന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, അതിനകത്തു നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് നിന്ന് നാഥ എന്നൊരു വിളി. ഒറ്റ വിളി, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ? മക്കളെ, അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഗത്യന്തരമില്ലാതെ വിളിച്ച വിളിയ. ഇനി എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഈ പടക് മുങ്ങും. എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ നോക്കി, പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം വ്യർത്ഥമാണ്, എൻ്റെ കഴിവുകൾ വ്യർത്ഥം, എൻ്റെ അധ്വാനം വ്യർത്ഥം. എൻ്റെ പടകിൽ ഇനി ഒരു രക്ഷയില്ല. ഈ പടക് മുങ്ങും, ഞാൻ നശിക്കും, ഞാൻ ഇല്ലാതെയായി തീരുമെന്ന് തോന്നിയപ്പോൾ അവസാനമെന്ന വണ്ണം അമരത്ത് തല വെച്ചിരിക്കുന്ന അമരക്കാരനെ അവൻ വിളിച്ചു നാഥ. നാഥ എന്നുള്ള ഒറ്റ വിളിയിൽ സ്വർഗം എഴുന്നേറ്റു. ഇന്ന് രാത്രി ദൂത് പറയട്ടെ, ആർക്കും നിന്റെ പ്രശ്നത്തെ ശാന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഓ റഗം തനാജനാഥൻ, ആർക്കും നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ വിടുതൽ തരാൻ കഴിഞ്ഞില്ലെങ്കിലും, തലയ്ക്ക് മീതെ പറന്നുയരുന്ന, തലയ്ക്ക് മീതെ അലയടിച്ചുയരുന്ന തിരമാലകളെ കണ്ട് നീ വിറങ്ങലിച്ച് നിൽക്കുന്ന അനുഭവമാണെങ്കിലും മുങ്ങിപ്പോകും, നീ രക്ഷപ്പെടില്ലെന്ന് 11 പേരും നിന്നെ നോക്കി വിധി എഴുതിയാലും നീ ഒന്ന് വിളിക്ക, അപ്പാന്നൊന്ന് വിളിക്ക. നിന്റെ പടകിൽ അപ്പൻ എഴുന്നേൽക്കും. ആരുടെ വാക്കിനും കീഴടങ്ങാത്ത ചിലത്, ആര് ഒതുക്കാൻ നോക്കിയാലും ഒതുങ്ങാത്ത ചിലത്, ആരടക്കിയാൻ നോക്കിയാലും അടങ്ങാത്ത ചിലത്, അധുനാ രമനഗതന ഘടക ശേഥേരകേ മാസിക്കാനാരാലാധ റിഗോദന ജനാരമ ശതേന റാഖാദന. ആരടക്കിയാലും അടങ്ങാത്ത ചിലത്, ആരൊതുക്കിയാലും ഒതുങ്ങാത്ത ചിലത്, അനങ്ങാതിരിക്ക എന്ന് പറഞ്ഞാലും അടങ്ങാത്ത ചിലതിനെ അടക്കാൻ നിന്റെ പടകിൽ എൻ്റെ അപ്പൻ എഴുന്നേൽക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദൂത് പറയുക, നിനക്കടക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾ, നിന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില വിഷയങ്ങൾ, തലയ്ക്ക് മീതെ തിരമാല കവിഞ്ഞു വന്ന് നിന്നെ മുക്കിക്കളയാൻ ശ്രമിക്കുന്ന അനുഭവത്തിന്റെ നടുവിൽ ഒറ്റ വിളിക്കകത്ത് ആരും വിളിച്ചിട്ട് എഴുന്നേറ്റില്ലെങ്കിലും, എത്ര വലിയ തിര വന്നിട്ട് എഴുന്നേറ്റില്ലെങ്കിലും, എത്ര വലിയ കാറ്റും കോളും വന്ന് പടകിനെ അടിച്ചപ്പോൾ എഴുന്നേറ്റില്ലെങ്കിലും, കൈയും കാലും ഇട്ടടിച്ച് തണ്ട് വലിച്ച് തത്രപ്പാട് കഴിക്കുന്നതിനിടയിൽ എത്ര ശബ്ദമുണ്ടാക്കിയിട്ട് അപ്പൻ എഴുന്നേറ്റില്ലെങ്കിലും നിന്റെ ഒറ്റ വിളിക്ക് എൻ്റെ അപ്പൻ എഴുന്നേൽക്കും. നിന്റെ ഒറ്റ വിളിക്ക് എൻ്റെ നാഥന്റെ കരം ചലിക്കും. ഇന്ന് രാത്രി തൻ്റെ ഇടമുണ്ടെങ്കിൽ പ്രാണപ്രിയനെ അമരത്ത് തലവെച്ചുറങ്ങുന്ന പ്രാണപ്രിയനെ ഒന്ന് ഉണർത്തുന്ന വിളി നിന്റെ ആദരത്തിൽ നിന്ന് പുറത്തു വന്നാൽ, കർത്താവിന്റെ ദാസിമാരെ ഞാൻ ആത്മാവിൽ പറയാം, ഇതുവരെ നടക്കത്തില്ലെന്ന് പറഞ്ഞത്, ഇതുവരെ അടങ്ങത്തില്ലെന്ന് പറഞ്ഞത്, ഇതുവരെ ഒതുങ്ങത്തില്ലെന്ന് പറഞ്ഞത്, ഇതുവരെ മാറിത്തരത്തില്ലെന്ന് പറഞ്ഞ ചിലതിനെ ഒതുക്കാൻ എൻ്റെ ദൈവത്തിന്റെ കരം ശക്തമായി നിനക്ക് വേണ്ടി ചലിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. പേര് പറഞ്ഞ ദൈവസന്നിധിയിൽ ദൂത് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാം. ദൈവമക്കളെ,
തലയ്ക്ക് മീതെ തിരയടിച്ച് കടലിന്റെ സൈഡിൽ പോയി നിൽക്കുന്നവർക്കറിയാം, റാ ഷേപ്പിലാണ് ഇത് വരുന്നത്. ഇത് വന്ന് നമ്മളെ കവർ ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അമരത്തൊരുത്തൻ ഉറങ്ങുന്നുണ്ട്. ഒറ്റ വിളി മതി, ഒറ്റ വിളി മതി. എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിനകത്ത് അതികഠിനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മക്കളെയും കൊണ്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് പോകേണ്ട ഒരു സാഹചര്യം വന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒന്ന് അമർത്തിത്തള്ളിയാൽ തുറന്നു പോകുന്ന കഥകളുള്ള വീടാ ഞാൻ താമസിച്ചിരുന്ന. ആ സമയത്ത് അടുക്കളവാതിൽ അങ്ങനത്തെയാ. അടുക്കളവാതിലിന്റെ തൊട്ട് ബാക്കിൽ ഒരു മതിലുണ്ട്. മതിലിനപ്പുറത്ത് ഓൾ കേരള ഹോൾസെയിൽ വെജിറ്റബിൾ മാർക്കറ്റാ. അവിടെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ജോലി ചെയ്യുന്നുണ്ട്. ആ നോർത്ത് ഇന്ത്യക്കാരായ ആരെങ്കിലും ഈ മതിൽ ചാടി ഇപ്പുറത്ത് പലവട്ടം വന്ന് കണ്ടിട്ടുള്ളത് കൊണ്ട് ഇവർ ഇപ്പുറത്ത് വരികയോ, എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി ഞാനും മക്കളും മാത്രമേ ഉള്ളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുക്കളവാതിലൂടെ വന്ന് എന്നെ ഉപദ്രവിച്ചിട്ട് എൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ മക്കളെ നശിപ്പിക്കുമോ, കൊന്നുകളയുമോ, ഇല്ലാതെയാക്കുമോ, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ തണലായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞ് ഹൃദയത്തിനകത്ത് ഭയം കയറിയിട്ട് 2018 ജൂലൈ മാസം ഓഗസ്റ്റ് മാസം നടന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. ആ സമയത്ത് വേദനയും ഭയവും എൻ്റെ ഹൃദയത്തെ ഭരിച്ചിട്ട് ഞാൻ എൻ്റെ മക്കളെ എൻ്റെ കണ്ണിന് കാണത്തക്ക രീതിയിൽ ഹാളിനകത്ത് വെറും തറയിൽ തഴപ്പായിട്ട് കിടത്തി ഉറക്കി. ഒന്ന് അമർത്തിത്തള്ളിയാൽ തുറന്നു പോകുന്ന ഈ കഥകിൽ ചാരിയിരുന്നു കൊണ്ട് ഇവർ വിളിച്ചതുപോലെ വിളിച്ച അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അടങ്ങത്തില്ലാത്ത ചിലതിനെ അടക്കണേ കർത്താവേ, ഒതുങ്ങത്തില്ലാത്ത ചിലതിനെ ഒതുക്കണേ കർത്താവേ. എൻ്റെ പടകില് അമരക്കാരനായി അങ്ങുള്ളപ്പോൾ ഉറങ്ങാനല്ല, ഉണർന്നെൻ്റെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞ് അപ്പാ 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 എന്ന് പറഞ്ഞ് വിളിച്ച് വിളിച്ച് നേരം വെളുപ്പിച്ച ദിനരാത്രങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയാ കേട്ടോ. ഒത്തിരി വിളിച്ചിട്ടുണ്ട്. വിളിച്ച സമയത്തെല്ലാം എൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിരിക്കുന്നത് പോലെ എൻ്റെ ഡാഡി, എൻ്റെ പ്രാണപ്രിയൻ വന്നിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രാഗൽഭ്യമുണ്ട് മക്കളെ. ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ, ഉറക്കെ അധരം തുറന്ന് ഹൃദയം തുറന്ന് ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ അപ്പനെ ഒന്ന് വിളിക്കാമോ? അവൻ വരുമെന്ന്, അവൻ വരിക മാത്രമല്ല അവൻ എഴുന്നേൽക്കും. അടങ്ങത്തില്ലെന്ന് പറഞ്ഞ ചിലതിനെ അടക്കും, ഒതുങ്ങത്തില്ലെന്ന് എനിക്കറിയില്ല. ആ വാക്ക് എടുത്തു പറയാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക. അടങ്ങത്തില്ലെന്ന്, ഒതുങ്ങത്തില്ലെന്ന്, നിന്നെയും വിടത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ പിന്നാലെ നടക്കുന്ന ചിലതിനെ ഒതുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരം എന്നു രാത്രി ചില കുടുംബത്തിനകത്തേക്ക്, ചില വ്യക്തികളുടെ അടുക്കലേക്ക്, ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക്, അവരുടെ ജോലി സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ ആത്മാവിൽ റിസീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി കരങ്ങളെ ചേർത്തടിച്ച് കൂടെ വരാമെന്ന് പറഞ്ഞവനെ, കൂടെ വരാമെന്ന് പറഞ്ഞവനെ ഇരുകരവും നീട്ടി സ്വീകരിക്കുവാൻ കരുത്തുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഭയപ്പെടല്ലേ കേട്ടോ. നോക്കിയേ, ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ചോദിക്കട്ടെ, അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞത് യേശു കർത്താവല്ലേ? അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞത് യേശു കർത്താവാ. യേശു കർത്താവ് പടകിലും ഉണ്ട്. പിന്നെന്തിനാ മോനെ കോള് വരുന്നേ? പിന്നെന്തിനായി തിര വരുന്നേ? പിന്നെ എവിടുന്നായി പ്രതിസന്ധി വരുന്നേ? അനിത സിസ്റ്ററെ, ചോദ്യം പലതാണ്. പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ദൈവത്തോടുള്ള ബന്ധമുണ്ട്, പലപ്പോഴും കരച്ചിലുണ്ട്. പിന്നെയും എന്താ പ്രശ്നം? പിന്നെയും എന്താ വേദന? ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും വീണ്ടും എന്താ എനിക്ക് പ്രതിസന്ധി? ഇത് നമ്മുടെ സ്ഥിരം ചോദ്യമല്ലേ? എന്തിനാണെന്നറിയാമോ? ഒന്ന് വിളിക്കാനാ നന്നായിട്ട്. ഇത് പറയുമ്പോ എനിക്കങ്ങ് കരച്ചിൽ വരികയാ. ഓരോ പ്രതിസന്ധികളും, ഓരോ വേദനകളും, ഓരോ ഒറ്റപ്പെടുത്തലുകളും, ഓരോ ഏകാന്തതകളും ജീവിതത്തിൽ വർദ്ധിക്കുമ്പോ ഞാൻ ഓർക്കാറുണ്ട്, ഡാഡി ഞാൻ നിന്റെ വേലയല്ലേ ചെയ്യുന്നേ, ഞാൻ അങ്ങയെ മാത്രമല്ലേ നോക്കുന്നേ, ആരോഗ്യമോ സാഹചര്യമോ ശരീരമോ ഒന്നും നോക്കാതെ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഓടാറില്ലേ എന്നൊക്കെ ഹൃദയത്തിനകത്ത് ചോദ്യങ്ങൾ വരുമെങ്കിൽ പെട്ടെന്ന് ഞാനത് മാച്ചു കളഞ്ഞിട്ട് അപ്പാ കൂടെ ഉള്ളതിന് നന്ദി എന്ന് പറയും. ഇന്ന് രാത്രി അങ്ങനെ എന്ന് പറയാവോ? കൂടെ ഉള്ളതിന് നന്ദി എന്ന് പറയാവോ? ഒറ്റ വിളിക്ക് അടുത്ത് വരുന്നതിന് നന്ദി പറയാവോ? ഒരു വാക്ക് ആത്മാവിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പൻ കൂടെ ഉണ്ടെങ്കിലും പ്രശ്നമുണ്ടാകും കേട്ടോ. അപ്പന്റെ ഒപ്പമാണ് നാം നടക്കുന്നതെങ്കിലും പ്രശ്നമുണ്ടാകും. പക്ഷെ ധൈര്യം നാം നശിച്ചു പോകത്തില്ല.
നോക്കി, കാറ്റിനെ അടക്കാൻ ആർക്കും പറ്റത്തില്ല, തിരമാലകളെ അടക്കാൻ ആർക്കും പറ്റത്തില്ല. ചുഴലിക്കാറ്റിനെ അതിന്റെ ഉത്ഭവസ്ഥാനത്തേക്ക് പറഞ്ഞു വിട്ടു തിരിച്ച്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചുഴലിക്കാറ്റ് വന്നാൽ ആ ഏരിയയിലുള്ളതിനെ മുഴുവനും ചുഴറ്റിക്കൊണ്ട് പോകാറാ പതിവ്. ചുഴലിക്കാറ്റ് കടലിൽ അടിച്ചപ്പോൾ ആ പടക് ആ ചുഴിക്കകത്ത് പെട്ടുപോകേണ്ടതിന് പകരം എവിടെ നിന്ന് അത് ഉത്ഭവിച്ചോ അതിന്റെ ഉത്ഭവസ്ഥാനത്തേക്ക് തന്നെ അടങ്ങ എന്ന് പറഞ്ഞ് അടക്കിയവൻ. ചിലത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ നിന്റെ ജീവിതത്തില്? എവിടുന്നാ തുടങ്ങിയത്? അവിടേക്ക് തന്നെ. ഓ, ശമനകരഗതന ഘടകസി. എവിടുന്ന ആ പ്രശ്നത്തിന്റെ ആരംഭം? എവിടുന്ന ആ വേദനയുടെ ആരംഭം? എവിടുന്ന ആ ഭിന്നതയുടെ ആരംഭം? എവിടെയാ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ആരംഭം? ഓ, യേശുവിന്റെ നാമത്തിൽ അവിടേക്ക് തന്നെ ദൈവം ഇന്ന് താഴ്ത്തിവിടാൻ പോകുക അതിനെ. എനിക്കറിയില്ല, ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. അവിടേക്ക് തന്നെ, അതിന്റെ ഉത്ഭവ സ്ഥാനത്തേക്ക് തന്നെ അതിനെ താഴ്ത്തി വിട്ടിട്ട് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എൻ്റെ ദൈവം നിന്റെ പടകിലൊന്ന് എഴുന്നേൽക്കാൻ പോകുകയാണ്. നിന്നെ സംരക്ഷിക്കാൻ എൻ്റെ ദൈവം നിന്റെ പടകിലൊന്ന് എഴുന്നേൽക്കാൻ പോകുക. നിന്റെ ജീവന് ഹാനി വരാതെ, നിന്റെ കണ്ണുനീരിന് മറുപടിയായി നിന്നെ ആപത്തിലേക്ക് തള്ളിയിടാൻ ഇടവരാതെ, നിന്റെ ജോലിക്ക് പ്രയാസം വരാതെ, ഓ റമ സെക്കേനാറ, നിന്റെ നന്മകൾ അടഞ്ഞു പോകാതെ പരിശുദ്ധന വാക്കുകൾ എടുത്തുപയോഗിക്കാൻ പറയുന്നത് കൊണ്ട് പറയുക, ചിലതിനെ ദൈവം അടക്കും. വിശ്വസിച്ചു നാമീൻ പറയാൻ തയ്യാറായാൽ, വിശ്വസിച്ച് അതിനെ ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറായാൽ ദൈവം ചിലതിനെ അടക്കും. ആർക്കും അടങ്ങാത്ത ചിലതിനെ, തലയ്ക്ക് മീതെ കുതിച്ചുയരുന്ന ചിലതിനെ അടക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുകയും. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആർക്കും അടക്കാൻ കഴിയാത്ത ഒരുവൻ. എനിക്കറിയില്ല ദൈവമക്കളെ, സൂസനാൻ്റെ ഞാൻ ഈ ഇന്നത്തെ ഈ മീറ്റിംഗ് ഓർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നമ്മളെ കൊണ്ട് നടക്കത്തില്ലാത്ത ചിലത് പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അപ്പോഴും ചോദിച്ചു, അപ്പൊ എന്താ അത് പറയേണ്ടത്? ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, ഓരോന്നോരോന്നായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചു. ചില മിനിറ്റുകൾക്കുള്ളിൽ തന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ 5-ാം അധ്യായത്തിന്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാ മതി. ഞാൻ പറയാം. 6000 ഭൂതമുള്ള ഒരുത്തൻ, ഒന്നല്ല രണ്ടല്ല, നമ്മൾ കാണുന്നത് പോലെ മീറ്റിങ്ങിനകത്ത് അഴിയുന്ന ഭൂതത്തിന്റെ കഥയല്ല ഇത്. 6000 എണ്ണം. നമ്മൾ ആരാധനയെ വെളിപ്പെടുമ്പോൾ പൈശാചിക മണ്ഡലമുള്ള വ്യക്തികളുടെ ഭൂത വിളയി കഴിയുമ്പോൾ 1-2 പേര് പിടിച്ചാൽ നിൽക്കും. ഇത് 1-2 പേരല്ല, ഒരു തെക്കേപ്പൊലി മുഴുവൻ 10 പട്ടണങ്ങൾ അടങ്ങിയ മുഴുവൻ പട്ടണവും ഒന്നിച്ചു നോക്കിയിട്ട് നടക്കാത്തൊരുത്തൻ കല്ലറയ്ക്കകത്ത് കിടക്കുക. അവന്റെ കയ്യിൽ കല്ലുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ കല്ലുകൊണ്ട് തന്നെത്താൻ ചതച്ചു, ഇടിച്ചു, ശരീരത്തെ ഇല്ലാതെയാക്കി. ചങ്ങലക്കിട്ടാൽ ചങ്ങല 2 കൂട്ടി ഉരുമി ചങ്ങല പൊട്ടിച്ച്, ഓ എത്ര വിലങ്ങ് വെച്ചാൽ വിലങ്ങ് ഉരുമി പൊട്ടിച്ച്, ആർക്കും അവനെ അടക്കാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ ഒരു പൈശാചിക മണ്ഡലം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നല്ലേ? എപ്പോഴാ ഒരു മനുഷ്യൻ കല്ലറയിൽ ചെല്ലുന്നേ? എല്ലാം അസ്തമിച്ച് കഴിഞ്ഞപ്പോ, മുഴുവൻ പ്രതീക്ഷകളും തീർന്നു കഴിയുമ്പോൾ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവൻ പോലും നഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒരെണ്ണത്തെയാണ് നമ്മൾ കൊണ്ട് കല്ലറ വെക്കുന്നേ. ഈ യൗവനക്കാരൻ 6000 ദുർഭൂതം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കല്ലറകളിൽ പാർത്തു. അർത്ഥം എന്താണെന്നറിയോ? പിശാച് പറഞ്ഞു, ഇത് നിന്റെ ഫിനിഷിംഗ് പോയിന്റാണ്. ആളിന് ജീവനുണ്ട്, ആള് ദൈവത്തെ തിരിച്ചറിഞ്ഞു, ആള് ശരീരത്തിൽ നൂൽ വസ്ത്രം ഇട്ടിട്ടില്ലെങ്കിലും ഗദരദേശത്തേക്ക് തീരത്ത് വന്നണഞ്ഞ പടകിൽ നിന്നിറങ്ങിയവനെ അവൻ ഐഡന്റിഫൈ ചെയ്തു.
പക്ഷേ അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ദൂത് പറയട്ടെ, ദൂത് പറയട്ടെ, ആർക്കും അടക്കാൻ പറ്റത്തില്ലെന്ന് ലോകം മുഴുവനും വിധി എഴുതിയ ഒരുവൻ നസ്രായനായ യേശുവിനെ കണ്ടപ്പോൾ അവന്റെ മുമ്പാകെ മുട്ടുകുത്തി വീണെങ്കിൽ ചിലത് നിന്റെ മുമ്പിൽ വീഴാൻ പോകുക. എനിക്കറിയില്ല, ആത്മാവ് അങ്ങനെ ദൂത് പറയാൻ പറയുന്നത് കൊണ്ട് പറയാ, ദൈവമക്കളെ, ചിലത് വീഴാൻ പോകുക. ആർക്കും അടക്കാനാവാത്ത, ആർക്കും പിടിച്ചു കെട്ടാനാവാത്ത, ആർക്കും ബന്ധിക്കാനാവാത്ത, ആർക്കും സുബോധത്തിലേക്ക് നയിക്കാനാവാത്ത, ആർക്കും ആരുടെയും വാക്കിനു വഴങ്ങാത്ത, ആ വാക്ക് എടുത്തു പറയട്ടെ, ആരുടെയും വാക്കിനു വഴങ്ങാത്ത, ആരാലും ഒതുങ്ങുവാൻ മനസ്സില്ലാത്ത, ഫിനിഷായി, തീർന്നു, സകലതും കഴിഞ്ഞു എന്ന പൈശാചിക മണ്ഡലം പോലും വിധി എഴുതിയ ഒന്നിനെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി തിരിച്ചു പിടിക്കാൻ പോകുകയാണെന്ന് ദൂത് പറയുമ്പോൾ അത് റിസീവ് ചെയ്യാൻ കരുത്തുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പൈശാചിക മണ്ഡലം അവന്റെ മേൽ വഹിച്ചിട്ട്, അവന്റെ മേൽ ഇറങ്ങിയിട്ട് അവനെ കൊണ്ട് കല്ലറയിൽ താമസിപ്പിച്ചു. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ തലയിൽ ഒരു ബോർഡും എഴുതി വെച്ചു, ഹി ഈസ് ഫിനിഷ്ഡ്, ഇവൻ തീർന്നു, ഇവൻ തീർന്നു, അല്ലെങ്കിൽ സകലതും കഴിഞ്ഞു. സകലതും കഴിയുന്നവർ മാത്രം കിടക്കുന്ന സ്ഥലമാ കല്ലറ. സകലതും കഴിയുന്നവർ, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവർ, ജീവൻ നഷ്ടപ്പെട്ടവർ, നമുക്കെല്ലാവർക്കും സുപരിചിതമായ കാര്യങ്ങൾ അതൊക്കെ. അങ്ങനെ ഇവനെ കൊണ്ട് പിശാച് അവിടെ കൊണ്ടിട്ടു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുക, പിശാച് നിന്നെ നോക്കി ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് എൻ്റെ അപ്പൻ തുടങ്ങാൻ പോകുകയാണ്. പിശാച് പറഞ്ഞു, ജീവനുണ്ടെന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ ഇവിടെ കിടന്നാ മതി, നീ തീർന്നു. പക്ഷെ സ്വർഗം പറയാ തീർന്നില്ല. ഇന്ന് അവന്റെ ജീവിതത്തിന്റെ സ്റ്റാർട്ടിങ്, ഇന്ന് അവന്റെ ജീവിതത്തിന്റെ തുടക്കമാണ്. ഇതുവരെ അവനെ ഒടുക്കിക്കളയാൻ വെല്ലുവിളിച്ചത്, ഇതുവരെ അവനെ തകർത്ത് കളയാൻ വെല്ലുവിളിച്ചത്, പുറത്തു വിടത്തില്ലെന്ന് വെല്ലുവിളിച്ചത്, ഈ കല്ലറയിൽ തന്നെ നീ പാർത്താൽ മതി എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചത്, സുബോധമുള്ളവരോടൊപ്പം നടക്കാൻ പോലും അനുവദിക്കാതെ വണ്ണം അവന്റെ ബുദ്ധിമണ്ഡലത്തെ കെട്ടിയത്, സകലത്തിന്റെയും പര്യവസാനം അരുമനാഥന്റെ കാൽവയ്പോടുകൂടി നടന്നെങ്കിൽ ഇന്ന് രാത്രി സ്വർഗമാത്മാവിൽ ദൂത് പറയുകയാ, പിശാച് എവിടെ നിനക്കെതിരെ ഫുൾ സ്റ്റോപ്പ് ഇട്ടോ, പിശാച് എവിടെ നീ അസ്തമിച്ചെന്ന് പറയുന്നോ, പിശാച് എവിടെ നിനക്കെതിരെ തിരിഞ്ഞോ, പിശാച് എവിടെ നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് വാതുകെട്ടുന്നോ, അവിടെ നിന്നുകൊണ്ട് നിന്നെ അടുത്ത തലത്തിലേക്ക് നടത്താൻ അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റായി നിന്റെ മുമ്പിൽ തന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുക, നീ ഒന്ന് എഴുന്നേൽക്ക്, കരുത്തോടെ നീ ഒന്ന് എഴുന്നേൽക്ക്, നിന്റെ സ്ഥിതി പുതിയ തുടക്കത്തിലേക്ക് നടത്താൻ ദൈവം വിശ്വസ്തനാണ്. കർത്താവിന്റെ ദാസി പറഞ്ഞ വചനം ഞാനൊന്ന് കടമെടുത്ത് പറയാം. മുമ്പുള്ളവയെ നീ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട. കർത്താവ് പുതിയതൊന്ന് ചെയ്യാൻ പോകുകയാണ്. ഐ റിസീവ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനതിനെ ഏറ്റെടുക്കുകയാണ്. ആ വചനത്തെ ഞാൻ അങ്ങനെ തന്നെ ഏറ്റെടുക്കുകയാണ്. ഇതിനകത്ത് എന്നെ വീക്ഷിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, കർത്താവ് പുതിയതൊന്ന് ചെയ്യാൻ പോകുകയാണെന്ന്. ഒരാമേൻ പറയാൻ പറ്റുമായിരിക്കുമോ? അതൊന്ന് റിസീവ് ചെയ്യാൻ പറ്റുമായിരിക്കുമോ? നിനക്ക് നടക്കത്തില്ലെന്ന് പറഞ്ഞതിനെ, നിന്നെ ഇവിടെ ഒതുക്കിക്കളയുമെന്ന് പറഞ്ഞതിനെ, നിനക്ക് മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞതിനെ, നിന്റെ ഫിനിഷിംഗ് ആണ് ഇവിടമെന്ന് പറഞ്ഞതിനെ, ഇവിടെ നിന്ന് നീ അപ്പുറം കടക്കത്തില്ലെന്ന് പറഞ്ഞതിനെ ദൈവം എടുത്തു മാറ്റിക്കൊണ്ട് നിന്റെ ഫിനിഷിംഗ് പോയിന്റ് എന്ന് ശത്രു മുദ്ര വെച്ച സ്ഥലത്ത്, അവൻ ഫുൾ സ്റ്റോപ്പ് ഇട്ട സ്ഥലത്ത് എൻ്റെ അപ്പ കോമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുക. I receive in the name of Jesus. Hallelujah. I receive, Lord.
ആമേൻ. അങ്ങനെ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഒരു പുത്തൻ തുടക്കം, ഒരു പുതിയ തുടക്കം, പിമ്പിലുള്ളതിനെ മറക്കുന്ന, മുമ്പിലുള്ളതിലേക്ക് ആയുന്ന, പണ്ടുള്ളവയെ ഓർക്കാത്ത, മുമ്പുള്ളവയെ നിരൂപിക്കാത്ത, പുതിയതൊന്ന് ചെയ്യുന്ന പുത്തൻ അനുഭവത്തിലേക്ക് ഒരു പുതിയ കാൽവയ്പ് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയതിന്റെ തടസ്സമായി നിൽക്കുന്ന സകലത്തിനെയും എടുത്തു മാറ്റിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം എൻ്റെ ആത്മ മണവാളൻ പുതിയ ഒരു തുടക്കത്തിലേക്ക് എൻ്റെ പ്രിയരെ നയിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജസിമാമയെ പുതിയൊരു തുടക്കത്തിലേക്ക് ദൈവം നടത്താൻ പോകുക കേട്ടോ. ശക്തമായ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാ ബുദ്ധി ഉപദേശിക്കുക. ഷൈനിമാമയെ പുതിയൊരു തുടക്കത്തിലേക്ക് ദൈവം നടത്താൻ പോകുക. ആമേൻ പറഞ്ഞ ദൈവസന്നിധിയിൽ ഇതിനെ റിസീവ് ചെയ്യണം. പുതിയൊരു തുടക്കം, പുതിയൊരു തുടക്കം. മുമ്പുള്ളവയെ ഓർക്കണ്ടാത്ത, പണ്ടുള്ളവയെ നിരൂപിക്കണ്ടാത്ത, പഴയതിനെ മറക്കത്തക്ക രീതിയിലുള്ള ഒരു പുത്തൻ തുടക്കത്തിലേക്ക് റോണി സിസ്റ്ററെ കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ പറയുക. ഒരു പുതിയൊരു തുടക്കത്തിലേക്ക് ഒരു കാൽവയ്പ് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ജീവിതത്തിൽ കൽപ്പിച്ചാക്കാൻ പോകുക. ഇന്ന് രാത്രി വിശ്വാസത്തോടെ അതിനെ റിസീവ് ചെയ്യുമെങ്കിൽ ആത്മാവ് അത് ചെയ്യാൻ വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ ഒരു കാര്യം, 6000 ഭൂതത്തെ കൊണ്ട് നടക്കുന്ന ഈ മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പാകെ വന്ന് മുട്ടുകുത്തുകയാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, മനുഷ്യർക്കാർക്കും അവനെ അടക്കാൻ പറ്റത്തില്ലായിരുന്നു, ചങ്ങലയ്ക്ക് അവനെ പൂട്ടാൻ പറ്റത്തില്ലായിരുന്നു, വിലങ്ങിന് അവനെ ഒതുക്കാൻ പറ്റത്തില്ലായിരുന്നു, ആർക്കും ആ വഴി നടന്നുകൂടായിരുന്നു. അവന്റെ മാതാപിതാക്കൾക്കോ പ്രിയപ്പെട്ടവർക്കൊന്നും ആ വിഷയത്തെ തൊടാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ അഖിലാണ്ടത്തിന്റെ ഉടയവൻ ആ ദേശത്ത് കാൽ വെച്ചപ്പോൾ 6000 ഭൂതത്തെ പേറി ഒരു മനുഷ്യനെ പോലും അടുപ്പിക്കാത്തവൻ അപ്പന്റെ മുമ്പിൽ മുട്ടുകുത്തി, ആത്മാവുള്ളവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നിന്റെ കുറ്റം കണ്ടുപിടിച്ച് നിന്നെ ഇല്ലായ്മ ചെയ്യാൻ, നിന്റെ മേൽ അവിഖ്യാതി പ്രഖ്യാപിച്ച്, നിന്നെ ഭാരപ്പെടുത്തി, നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ചില പൈശാചിക മണ്ഡലത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ കരമിറങ്ങാൻ പോകുകയാണ്. എനിക്കറിയില്ല ആത്മാവ് എന്താ ഇങ്ങനെ ദൂത് പറയുന്നതെന്ന്. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നീതിമാനായ പ്രാർത്ഥനാ മനുഷ്യനായ ദാനിയേലിനെ ഇല്ലായ്മ ചെയ്യാൻ കൂട്ടം കൂടി ദേശാധിപതിമാർ അവനെ സിംഹത്തിന്റെ കുഴിയിൽ ഇട്ട് കളവാൻ വേണ്ടി വ്യാജമായ ഒരു പ്രസ്താവന രാജാവിനെ കൊണ്ട് ഉണ്ടാക്കി ഇവനെ കുരുക്കാൻ നോക്കിയ സ്ഥാനത്ത് അവരുടെ ഉദ്ദേശം പോലെ തന്നെ ജീവനുള്ള ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുമടക്കുന്ന ഒരുവനെ കണ്ടുപിടിച്ച് സിംഹത്തിന്റെ കുഴിയിൽ കൊണ്ടിട്ടു. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാം കേട്ടോ, നിന്നെ സിംഹത്തിന്റെ കുഴിയിൽ കൊണ്ടിടാൻ കാരണം ഉണ്ടാക്കുന്നവരെ അപ്പനെടുത്തോളും, അവർ മുട്ടുകുത്തിക്കോളും. എനിക്കറിയില്ല, ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുക. ജോയ് സിസ്റ്ററെ, ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. ചിലരെ മുട്ടുകുത്തിക്കാൻ ദൈവം ഇറങ്ങി വരും, ചിലരെ മുട്ടുമടക്കിക്കാൻ ദൈവം ഇറങ്ങി വരും. ആരുടെയും മുമ്പിൽ മടങ്ങാത്ത ചില മുട്ട്, ആരുടെയും മുമ്പിൽ വഴങ്ങാത്ത ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് നീ ഒന്ന് ചലിക്കാൻ തയ്യാറാകുമ്പോൾ, ആത്മാവിൽ നീ ഒന്ന് ചലിക്കുമ്പോൾ, ചിലതിനെ മുട്ടുകുത്തിച്ച് അർത്ഥാൽ ചിലതിനെ അടിയറവ് ചെയ്യിപ്പിച്ച് നിന്നെ വിട്ടുപോകുന്ന ഒരു പൈശാചിക മേഖല ദൈവത്തിന്റെ ആത്മാവിനെ കാണുക. കൂടെ പിന്നാലെ നടന്ന് ആക്രമിക്കുന്ന ചില പൈശാചികന്റെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ അതിനെ അഴിച്ച് ശാസിക്കുകയാണ്. വാക്കുകൾ ഇട്ടുകൊണ്ട് ഹൃദയത്തെ കലുഷിതമാക്കുന്ന, വാക്കുകൾ ഇട്ടുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തുന്ന, വാക്കുകൾ ഇട്ടുകൊണ്ട് കൂരമ്പ് പോലെ വേദനിപ്പിക്കുന്ന, ഓർത്തോർത്ത് കരയത്തക്ക വിധത്തിൽ ജീവിതത്തിൽ അനുഭവങ്ങളെ ഉണ്ടാക്കുന്ന ചില വ്യക്തികളിലൂടെ വ്യാപരിക്കുന്ന ലെഗ്യോന്റെ ശക്തികളെ ഇന്ന് രാത്രി സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള നസറേയനായ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ഞാനതിനെ വെട്ടിക്കളയുക. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. അവൻ പ്രാണപ്രിയന്റെ മുമ്പാകെ മുട്ടുമടക്കി എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ആർക്കും അടങ്ങാത്ത ചിലത് ആത്മാവിൽ ചലിക്കുന്ന നിന്റെ മുമ്പിൽ അടങ്ങും. ആർക്കും മുട്ടുമടങ്ങാത്ത ചിലത്, സൂസനാൻഡി എഴുതി വെച്ചോ,
ചിലത് മുട്ടുമടങ്ങാൻ പോകുകയാണ്. ചിലത് മുട്ടുമടങ്ങാൻ പോകുകയാണ്. ചില രോഗബന്ധനങ്ങൾ നാളുകളായി വലയ്ക്കുന്നത് ചിലരിൽ നിന്ന് മുട്ടുമടക്കി അടിയറവ് പറഞ്ഞു പോകാൻ പോകുക. ചില മെഡിക്കൽ സയൻസിന്റെ രേഖകൾ ആത്മാവ് തന്നെ തിരുത്തി എഴുതി നിന്നെ അതിനകത്ത് നിന്ന് റിലീസ് ചെയ്യാൻ പോവുക. എനിക്കറിയില്ല ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുക. പ്ലീസ് ദൈവസ്ഥാനത്തിൽ അതൊന്ന് ഏറ്റെടുക്കണമേ, ദൈവസ്ഥാനത്തിൽ അതൊന്ന് ഏറ്റെടുക്കണമേ. ഇതുവരെ മുട്ടുമടങ്ങത്തില്ലെന്ന് പറഞ്ഞത്, നിന്നെ കൊണ്ടേ പോകത്തുള്ളെന്ന് പറഞ്ഞത്, നിന്റെ അന്ത്യമാണ് ഫൈനലായിട്ട് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്, ഓ ചിലതിനെ വിട്ടുതരത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന, ആത്മാവിലൊന്ന് ചലിക്കാമോ, അന്യഭാഷയിലൊന്ന് സംസാരിക്കാമോ, ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ, ചില മണ്ഡലങ്ങൾ പൊട്ടിമാറുകയാ. ചില മണ്ഡലങ്ങൾ പൊട്ടിമാറുന്ന ആത്മാവിനെ കാണിക്കുകയാ. ആരുടെയും മുമ്പിൽ മുട്ടുമടങ്ങാത്ത, ആരുടെയും മുമ്പിൽ മുട്ടുമടക്കാത്ത, ഒന്ന് മാറി പിന്നാലെ നടന്നുകൊണ്ട് ആരുടെയും മുമ്പിൽ മുട്ടുമടങ്ങാത്ത ചിലത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ മുട്ടുമടങ്ങുന്ന കാഴ്ച ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ ചിലരെ നോക്കി പ്രവചിക്കുകയാ. ഇതുവരെ സംഭവിക്കത്തില്ലെന്നും മാറത്തില്ലെന്നും റിലീസ് ചെയ്യത്തില്ലെന്നും പറഞ്ഞ ചിലത് നിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ മുമ്പിൽ ദൈവം ചിലതിനെ മുട്ടുമടക്കുകയാ. ഇന്ന് രാത്രിയിൽ സംഭവിക്കട്ടെ. നസ്രയന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ആർക്കും അടങ്ങാത്ത ചിലത് നിന്റെ മുമ്പിൽ അടങ്ങും. ആർക്കും മുട്ടുമടക്കാത്ത ചിലത് നിന്റെ മുമ്പിൽ മുട്ടുമടക്കും. അടിയറവ് പറയത്തില്ലെന്ന് പറഞ്ഞ് നാളുകളായി ബാധിച്ചു നിൽക്കുന്ന ചില രോഗബന്ധനങ്ങൾ ആത്മാവ് ആ വാക്കുച്ചരിക്കാൻ എന്നോട് പറയുന്നത് കൊണ്ട് ഞാൻ പറയുക. വീണ്ടും നിന്റെ ശരീരത്തിൽ അത് പ്രത്യക്ഷപ്പെട്ട് നിന്നെ അലോസരപ്പെടുത്തുന്ന ചില രോഗബന്ധനങ്ങൾ നാളുകളായി വിടാതെ പിന്തുടരുന്നതിനെ സ്വർഗം ഇന്ന് രാത്രി നിന്റെ മൺകൂടാരത്തിൽ നിന്ന് അതിനെ മാറ്റി മുട്ടുമടക്കിക്കുന്ന രാത്രി എന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക. നമ്മുടെ അപ്പ സർവശക്തനായ ദൈവം. അപ്പ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? മക്കളെ, കർത്താവ് ചെയ്യും. 3 മേജർ ഹാർട്ട് അറ്റാക്ക് വന്ന് സൗഖ്യമാകത്തില്ലെന്ന് ഡോക്ടർമാർ പോലും പറഞ്ഞ എവിനോഡിന്റെ ഭാഗത്ത് 5 ബ്ലോക്ക്. അബ്ലേഷൻ ഒരിക്കൽ 2005 ചെയ്തു. ഇനി അബ്ലേഷൻ ചെയ്യാനൊക്കത്തില്ല. ഹാർട്ട് ഓപ്പൺ സർജറി ചെയ്യാനൊക്കത്തില്ല. ആൻജിയോഗ്രാമോ ചെയ്യാനൊക്കത്തില്ലെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു വിട്ട സ്ഥാനത്ത് 2017 വന്ന മാരകമായ 3rd അറ്റാക്കിൽ ഡോക്ടർമാരെല്ലാവരും അമ്പരന്ന് നിന്നു. 13-ലധികം പ്രാവശ്യം എൻ്റെ ശരീരത്തിൽ അവർ പ്രിക്ക് ചെയ്തു. അഡിനോസിനോ ദിൽസനോ എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ തന്ന് ആ പാൽപിറ്റേഷൻ ഒന്ന് കുറച്ച് വെന്റിലേറ്ററിലേക്കൊന്ന് മാറ്റാൻ. 13 സ്ഥലത്ത് പ്രിക്ക് ചെയ്തിട്ടും അർദ്ധരാത്രിയിൽ വെയിൻ കിട്ടാതെ അനസ്തെറ്റിക്സിനെ ഇൻഫോം ചെയ്തു സെൻട്രൽ ലൈൻ ഇട്ട് വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. അനസ്തെറ്റിക്സ് വരാൻ താമസിച്ചപ്പോൾ CCUവിലുള്ള ഓരോ സ്റ്റാഫും മാറി വന്ന് തോളത്ത് തട്ടിക്കൊണ്ട് ചോദിക്കും, ആൻസി ആർ യു ഓക്കെ എന്ന് ചോദിക്കും. കാരണം ഒരു സൈലന്റ് അറ്റാക്ക് വന്നാൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അത്തരത്തിലായിരുന്നു എൻ്റെ ഹാർട്ടിൻ്റെ വേരിയേഷൻസ്. കാർഡിയാക് മോണിറ്ററിലും ഡീഫിബ്രിലേറ്ററിലും എല്ലാം വരുന്ന എൻ്റെ എൻ്റെ ഹാർട്ടിൻ്റെ വേവ്സ് കണ്ട് സിസ്റ്റർമാരും ഡോക്ടർമാരും എല്ലാം ഭയന്നുപോയി. ഒടുവിൽ അനസ്തെറ്റിക്സ് വരാൻ അല്പസമയം ബാക്കിയുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറ് പുറത്ത് ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ പാർക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ കാഷ്വാലിറ്റിയിലെ ഡോക്ടർ ഓടി വന്ന്, കാരണം അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ എന്ന് പറഞ്ഞ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ഓടി വന്ന് എൻ്റെ തോളത്തൊന്ന് ആഞ്ഞു തട്ടി. വന്ന സ്പീഡിൽ തട്ടിയതാ. ആ തട്ടിച്ചിരി കനം കൂടിപ്പോയി. ആ കൂടിയ കനത്തിൽ ഞാൻ നന്നായി ഉണർന്ന് എൻ്റെ അപ്പയോട് 2-3 സെന്റൻസ് സംസാരിച്ചു. വേറൊന്നുമല്ല, 13 പ്രാവശ്യം ശരീരത്തിൽ പ്രിക്ക് ചെയ്ത എൻ്റെ വേദന എനിക്ക് താങ്ങാനാവുന്നില്ല. പല സ്ഥലത്ത് ഹെമറ്റോമ അടിച്ച് നീല കളറിൽ കിടക്കുക. അവിടുത്തെ വിങ്ങല് അസഹനീയമാ. IV ക്യാനിൽ അങ്ങോട്ട് കയറ്റിയിട്ട് അകത്തിട്ട് വെയിൻ തപ്പുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇത് നിമിത്തം 13 സ്ഥലവും പൊള്ളി വേദനയാ, കൈയും കാലും. ഞാൻ പറഞ്ഞു, 2 സെന്റൻസേ പ്രാർത്ഥിച്ചുള്ളൂ. ആദ്യത്തെ സെന്റൻസ് ഇങ്ങനെ പറഞ്ഞു, അപ്പാ, ഒരു ഡ്രോപ്പ് മെഡിസിൻ പോലും എൻ്റെ ശരീരത്തിൽ കയറാനിട വരാതെ ഇനി ഒരു മനുഷ്യന്റെ മുമ്പിലെങ്കിലും എന്നെ നിർത്താൻ പദ്ധതി ഉണ്ടെങ്കിൽ എനിക്ക് വിത്തൗട്ട് മെഡിസിൻ സൗഖ്യം തരണം. അല്ല,
എനിക്ക് ആയുസ് തീർന്നെങ്കിൽ എന്നെ ശുദ്ധീകരിച്ച് അങ്ങയുടെ സന്നിധിയിൽ ചേർക്കണം. 2 സെന്റൻസേ പ്രാർത്ഥിച്ചുള്ളൂ. ശൈലമനെ, അതുവരെ വരാത്ത ഒരു ചെസ്റ്റ് പെയിൻ അപ്പോഴെൻ്റെ ജീവിതത്തിൽ വന്നു ഈ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ. അപ്പം ഞാൻ എന്ത് വിചാരിച്ചെന്നറിയാമോ? അപ്പ എന്നെ ശുദ്ധീകരിച്ച് തൻ്റെ സന്നിധിയിൽ എന്നെ ചേർക്കുകയാ. കഴിഞ്ഞു. ഓൾറെഡി എൻ്റെ മോളെടുത്തുനിന്ന് അവർ ഹൈ റിസ്ക് കൺസെൻ്റ് ഒക്കെ എഴുതി വാങ്ങിച്ചായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, ഇതോടുകൂടി എല്ലാം തീർന്നു. പക്ഷെ അത്ഭുതം, ഈ അഡിനോസിനും ദിൽസനൊക്കെ കൊടുക്കുമ്പോൾ പേഷ്യൻ്റ് ബെഡിൽ നിന്ന് പൊങ്ങുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഈ ചെസ്റ്റ് പെയിൻ വന്നപ്പോൾ ഞാൻ ബെഡിൽ നിന്ന് പൊങ്ങിപ്പോയി. ഈ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറും ICUവിലെ ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം എന്നെ ബലമായി പിടിച്ച് ആ ബെഡിലേക്ക് തിരിച്ചു കിടത്തി, അമർത്തി കിടത്തി. ആ പൊങ്ങിയ ആ ഫോഴ്സിലും അമർത്തി തിരിച്ച് കിടത്തിയ കിടപ്പിലും എൻ്റെ ശരീരത്തിൽ ഒട്ടിച്ചിരുന്ന പല ഇലക്ട്രോഡ്സുകൾ ഇളകിപ്പോയി. അവരതെല്ലാം വീണ്ടും റീസെറ്റ് ചെയ്ത് ഒട്ടിച്ച് കാർഡിയാക് മോണിറ്ററിലേക്ക് നോക്കിയപ്പോൾ കാർഡിയാക് മോണിറ്ററിൽ വരുന്ന വേവ്സ് അബ്സല്യൂട്ട്ലി നോർമലാ. അവർ പറഞ്ഞു വീണ്ടും ഇതെവിടെയോ പോയി കിടക്കുകയാണെന്ന് പറഞ്ഞ് മാറി മാറി കാർഡിയാക് മോണിറ്റർ ഓഫ് ചെയ്തു, ഓണാക്കി. 2 വട്ടം അങ്ങനെ ചെയ്തു. ഇലക്ട്രോഡ്സ് മാറി മാറി എൻ്റെ ബോഡിയിൽ ഒട്ടിച്ചു. അതിൻ്റെ കേബിളെല്ലാം കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ടും ഡീഫിബ്രിലേറ്ററിൽ വരുന്ന കാർഡിയാക് വേവ്സും കാർഡിയാക് മോണിറ്ററിൽ വരുന്ന വേവ്സും എല്ലാം നോർമൽ വരുന്നത് കണ്ടപ്പോൾ സിസ്റ്റർമാരും ഡോക്ടർമാരും ഭയന്നുപോയി. ഒരു ചെറു പുഞ്ചിരിയോടെ ഞാൻ ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അനസ്തറ്റിക്സ് കയറി വന്നു. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, ഏത് പേഷ്യൻറ്റിന് വേണ്ടി എന്നെ വിളിച്ചേ? ഉടനെ അവർ പറഞ്ഞു, ഈ കിടക്കുന്ന പേഷ്യൻറ്റിന് വേണ്ടിയാ വിളിച്ചേ. ഉടനെ സാറ് ചോദിച്ചു, രാത്രി 12:45 മണിക്ക് നിനക്ക് ഭ്രാന്തുണ്ടോ ഈ നോർമലായി കിടക്കുന്ന പേഷ്യൻറ്റിന് വേണ്ടി എന്നെ വിളിക്കാൻ? എനിക്കൊന്നും മനസ്സിലായില്ല, അവർക്കും ഒന്നും മനസ്സിലായില്ല. അർദ്ധരാത്രിക്ക് വിളിച്ചു വരുത്തിയതിൻ്റെ ദേഷ്യ നിമിത്തം ആ ഡോക്ടർ ഒത്തിരി ഭയങ്കര ചൂടനാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ സിസ്റ്റർ പറഞ്ഞു, സാറേ ഞാൻ ഇപ്പം ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ട് കാണിക്കാം, റിപ്പോർട്ട്സ് എല്ലാം കാണിക്കാമെന്ന് പറഞ്ഞ് അവർ കൗണ്ടറിലേക്ക് ഓടിപ്പോയി. നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് അവർ ഓടിപ്പോയപ്പോൾ ഡോക്ടർ ചെരിഞ്ഞു നിന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, നിന്റെ പേരെന്താ? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ആൻസി പൗലോസ്. നീ പെന്തക്കോസ്താണോ? ഞാൻ പറഞ്ഞ അതെ. നീ ജീസസ് ക്രൈസ്റ്റിനെയാണോ വിശ്വസിക്കുന്നേ? സൂര്യമൂർത്തി എന്ന് പറഞ്ഞൊരു ഡോക്ടർ ജീസസ് ക്രൈസ്റ്റിനെയാണോ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ വിശ്വസിക്കുന്നേ. എടുത്ത വായിക്ക് അദ്ദേഹം പറഞ്ഞു, ആ പുള്ളി 2ാം പ്രാവശ്യമാ എൻ്റെ എക്സ്പീരിയൻസിൽ ഇങ്ങനെ ഇറങ്ങി വന്ന് പണി ചെയ്തിട്ട് പോയതെന്ന്. അർത്ഥം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ ഹാർട്ടിൻ്റെ വിനോയിഡിൻ്റെ ഭാഗത്തുള്ള 5 ബ്ലോക്കുകൾ 4ാമത് വന്ന ആ വേദനയിൽ സ്വർഗം ഡിസോൾവ് ചെയ്യിപ്പിച്ചു. ഒരു ജീരകത്തിന്റെ വലിപ്പമുള്ള മെഡിസിൻ പോലും ഇന്ന് ആൻസി പൗലോസ് എന്ന് പറഞ്ഞൊരു വ്യക്തി കഴിക്കുന്നില്ല. എൻ്റെ പ്രാണപ്രിയൻ ഇറങ്ങി വന്ന് എൻ്റെ ഹാർട്ടിന്റെ ബ്ലോക്കുകൾ, ഞാൻ അനുഭവിച്ച വേദനയുടെ കാഠിന്യം, ഓരോ PSVT വരുമ്പോഴും ഞാൻ അനുഭവിച്ച നൊമ്പരം, ഓരോ അറ്റാക്ക് കഴിയുമ്പോഴും ഞാൻ അനുഭവിച്ച വേദന ഒത്തിരി കഠിനമായിരുന്നു മക്കളെ. പക്ഷേ ഒരു ഡ്രോപ്പ് മെഡിസിൻ പോലും എൻ്റെ ശരീരത്തിൽ പുഷ് ചെയ്യാൻ അനുവദിക്കാതെ 4ാമത് വന്ന നെഞ്ചുവേദനയിൽ സ്വർഗം തന്നെ ഓപ്പറേറ്റ് ചെയ്തു. എന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന്, ശുശ്രൂഷിക്കാൻ അനുവദിക്കത്തില്ലെന്ന്, മുന്നോട്ട് വിടത്തില്ലെന്ന് വെല്ലുവിളിച്ച ആ രോഗാത്മാവിനെ ദൈവം മുട്ടുകുത്തിച്ചു. പോകാൻ നേരത്ത് ഡോക്ടർ പറഞ്ഞു, സിസിയുവിനകത്ത് കൊണ്ടുവന്നതല്ലേ, ഇത്രയും വലിയ പെയിൻ ശരീരത്തിൽ വന്നതല്ലേ, ഇപ്പോൾ സൗഖ്യമായെങ്കിലും 2-3 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ വസ്ത്രം ധരിച്ച് ഞാൻ തന്നെ എൻ്റെ വസ്ത്രം മാറി എൻ്റെ മോളുടെ കൈ പിടിച്ച് നടന്ന് സിസിയുവിനകത്ത് നിറങ്ങിയതാ. അതിലും വലിയൊരു അത്ഭുതം, ഇന്ന് അതേ ഹോസ്പിറ്റലിൽ അതേ ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ മോള് ഹൗസ് സർജനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ അപ്പ ആരാന്നറിയോ മക്കളെ? നമ്മുടെ അപ്പ ആരാന്നറിയോ? മുട്ടുകുത്തത്തില്ലെന്ന് പറയുന്ന പലതിനെയും നമ്മുടെ മുമ്പിൽ കൊണ്ട് മുട്ടുകുത്തിക്കുന്ന ദൈവം ആ ദൈവം. വെല്ലുവിളിക്കുന്ന പലതിനെയും അടിയറവ് പറയിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങളോട് പറയാം. ഈ വചനം പ്രസംഗിക്കുന്ന 100% പ്രാഗൽഭ്യത്തോടെ ഞാൻ പറയാം. ഈ വിശുദ്ധ വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയാം, അപ്പനെ നീ യഥാർത്ഥമായിട്ടാണ് സേവിക്കുന്നതെങ്കിൽ, അപ്പനെ നീ യഥാർത്ഥമായിട്ടാണ് ആരാധിക്കുന്നതെങ്കിൽ, അപ്പനുമായുള്ള നിന്റെ ബന്ധം സത്യമെങ്കിൽ, ആ ബന്ധത്തിനകത്ത് 3ാമതൊരു വ്യക്തി ഇല്ലെങ്കിൽ, ഞാൻ ആത്മാവിൽ പറയാം, അടിയറവ് പറയത്തില്ലെന്ന്
എന്ന് പറയുന്ന സകലത്തിനെയും ആത്മാവിൽ ചലിക്കുന്ന നിന്റെ മുമ്പിൽ അടിയറവ് പറയിപ്പിക്കുന്ന ദൈവ സാന്നിധ്യത്തെയാണ് ഇന്ന് രാത്രിക്കാലം ഞാൻ പ്രസംഗിക്കുന്നത്. കുറ്റം ചുമത്തി ഇല്ലാതെയാക്കുവാൻ ശ്രമിച്ച് സിംഹങ്ങളെ വിശപ്പിച്ച് ദീർഘദിവസങ്ങൾ പട്ടിണിക്കിട്ട സിംഹത്തിന്റെ മുമ്പിലേക്ക് ഭക്തനെ എറിഞ്ഞുകൊടുത്തപ്പോൾ അപവാദം പറഞ്ഞവൻ ഓർത്തു ഇവൻ തീർന്നെന്ന്. അപവാദം പറഞ്ഞവൻ ഓർത്തു ഇവൻ തീർന്നെന്ന്. എന്നാൽ സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായടച്ചു കളഞ്ഞു എന്ന് ആ ഭക്തനായ ദാനിയേൽ പറഞ്ഞപ്പോൾ ആരാണ് മുട്ടുമടക്കിയത്? ആരാണ് മുട്ടുമടക്കിയത്? വെല്ലുവിളിച്ച് അലറി വന്ന് കീറിക്കളയുമെന്ന് പറഞ്ഞ സിംഹമാണോ, അതോ അവനെ ആ സിംഹത്തിന്റെ കുഴിയിൽ ഇടാൻ തീരുമാനിച്ച കാരണക്കാരായ വ്യക്തികളാണോ? ഇന്ന് രാത്രി ആത്മാവ് ഇങ്ങനെ ഇടപെടുക. സിംഹത്തിന്റെ കുഴിയിലിടാൻ നിനക്ക് വിരോധമായി സംസാരിക്കുന്ന, സിംഹത്തിന്റെ കുഴിയിലിടത്തക്ക വിധത്തിൽ നിന്റെ പിന്നാലെ നടന്ന് നിന്നെ ആക്രമിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ എൻ്റെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി അടിയറവ് പറയിപ്പിക്കുമെന്ന് പരിശുദ്ധൻ ദൂത് പറയുമ്പോൾ ആത്മാവിൽ റിസീവ് ചെയ്ത ദൈവത്തെ മഹത്വപ്പെടുത്തുമെങ്കിൽ അത് രോഗമായാലും, അത് ഭാരമായാലും, അത് വ്യക്തിയായാലും, അത് പൈശാചിക മണ്ഡലമായാലും, അത് സുപ്പീരിയേഴ്സ് ആയാലും എൻ്റെ നാഥന്റെ ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുക. നിനക്ക് കേടുവരാതിരിക്കാൻ നിന്റെ കൂടെ സിംഹത്തിന്റെ കുഴിക്കകത്തിറങ്ങാൻ എൻ്റെ അപ്പൻ തയ്യാറാ. നിനക്ക് പൊള്ളലേൽക്കാതിരിക്കാൻ വിരിക്കപ്പെട്ട കരങ്ങൾക്കുള്ളിൽ നിന്നെ വഹിക്കാൻ എൻ്റെ ദൈവം തയ്യാറാ. പക്ഷേ അതിന് കാരണക്കാരായവരെ മുഴുവനും അതേ അനുഭവത്തിലൂടെ മുട്ടുമടക്കിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമാ ഇന്ന് രാത്രി എൻ്റെ പ്രിയരോട് പറയാനുള്ളത്. മക്കളെ, ഒന്ന്, അടങ്ങാത്തതിനെ അടക്കുന്ന ദൈവം. രണ്ട്, മടക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ചിലതിനെ മുട്ടുമടക്കിക്കുന്ന ദൈവം. തെക്കേപ്പുലി നാട്ടിൽ ആർക്കും, തെക്കേപ്പുലി നാടെന്ന് പറഞ്ഞാൽ 10 പട്ടണങ്ങൾ അടങ്ങിയ ദേശമാണ്. ആ 10 പട്ടണങ്ങളിലുള്ളവർക്ക് ഒതുക്കാൻ കഴിയാത്ത ഒരുവൻ സർവശക്തന്റെ മുമ്പിൽ മുട്ടുമടക്കി. ഇന്ന് രാത്രി ആത്മാവിൽ ചലിക്കുന്ന വ്യക്തിയാണോ നീ? ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ നീ? നിന്റെ മുമ്പിൽ ദൈവം ചിലതിനെ മുട്ടുമടക്കും. ഒരു വാക്കും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം. മൂന്നാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിൻ്റെ 35-ാമത്തെ വാക്യം. യേശുവും പള്ളിപ്രമാണിയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ അസഖ്യപ്പെടുത്തണ്ട. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. 37-ാം വാക്യത്തിന്റെ പ്രാരംഭ ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് പറഞ്ഞു, ഭയപ്പെടണ്ട, നീ വിശ്വസിക്ക, നിനക്കിത് സംഭവിക്കും. ഇന്ന് രാത്രി നിന്റെ പിന്നാലെ നടന്ന് നിന്നെ ഒതുക്കി കളയുമെന്നും നിന്നെ ഇല്ലാതാക്കി കളയുമെന്നും നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്നും നീ മരണത്തിലേക്കാ പോകുന്നതെന്നും നിന്റെ കാര്യങ്ങൾ ഇവിടം കൊണ്ട് അസ്തമിക്കുകയാണെന്നും ഒത്തിരി വാക്കുകൾ നിന്റെ പിന്നാലെ നടന്ന് പറയുമ്പം ആത്മാവ് ഇന്ന് രാത്രി നിന്നോട് ദൂത് പറയുക, യേശു ചെയ്തതുപോലെ നീ കാര്യമാക്കണ്ട, വിശ്വസിക്ക, അപ്പൻ നിന്നെ പുറത്തെടുക്കും. എൻ്റെ ജീവിതത്തില് എൻ്റെ ഭർത്താവിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഭർത്താവിൻ്റെ വീട്ടുകാർ ഉപേക്ഷിച്ചു. സഹോദരങ്ങളുടെ അടുക്കലോ പ്രിയപ്പെട്ടവരുടെ അടുക്കലോ പോകത്തില്ലെന്ന് ഞാൻ ദൈവത്തിന്റെ ആത്മാവുമായി കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജോലിയില്ല, 1 രൂപ ഇൻകം സോഴ്സ് ഇല്ല, 18 വയസ്സ് പ്രായം കഴിഞ്ഞ 2 പെൺമക്കൾ, വാടകയ്ക്ക് താമസിക്കുകയാണ്, ഭക്ഷണത്തിന് വകയില്ല. കുളത്തിന്റെ സൈഡിലും പല സ്ഥലത്തു നിന്ന് ഭക്ഷണം ഇരന്നും പറിച്ചും ഇലകൾ പറിച്ചുമൊക്കെ എൻ്റെ മക്കളെ ഞാൻ പോഷിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ ചെവിക്ക് കേൾക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ പലരും എന്നെ നോക്കി പറഞ്ഞു, നീ ഇനി ജീവിക്കുന്നത് കാണണം. ആൻസി പൗലോസും മക്കളും അസ്തമിച്ചു. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര വേദനയായിരുന്നു. സുസനമ്മയെ കരയാത്ത ഒരു രാത്രിയില്ല. 10 മിനിറ്റോ 5 മിനിറ്റോ അല്ല, മണിക്കൂറുകൾ കരയുമായിരുന്നു. മണിക്കൂറുകൾ കരയുമായിരുന്നു. എൻ്റെ മക്കളുടെ ചോദ്യത്തിന് പലപ്പോഴും എനിക്കും പറയാൻ മറുപടിയില്ലായിരുന്നു. നമ്മളെന്താ മമ്മി അനാഥരായി പോയേ? നമുക്കെന്താ മമ്മി ആരുമില്ലാതായി പോയേ? നമുക്കെന്താ മമ്മി എന്നും പട്ടിണി? നമ്മളെന്താ മമ്മി ഇങ്ങനെ? അവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും
കൊടുക്കാൻ മറുപടി ഉണ്ടായിരുന്നില്ല. കുടുംബത്തിലുള്ള മറ്റു പലരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുമായിരുന്നു. അവരൊക്കെ അങ്ങനെ ആയിരുന്നിട്ടും നമ്മളെ ഒന്ന് കാണുക പോലും ഇല്ലല്ലോ മമ്മി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ ഒത്തിരി രാത്രികൾ. അസ്തമിച്ചു പോയെന്ന് എല്ലാരും പറഞ്ഞതാ കേട്ടോ. അപ്പ പറഞ്ഞു, ലോകം നിന്നെ നോക്കി ഫുൾ സ്റ്റോപ്പ് ഇടും, ഞാൻ അവിടെ സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രി അവർ പറഞ്ഞ വാക്കുകളൊന്നും ദൈവം കാര്യമാക്കിയില്ല. ഈ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ ഈ വചനത്തിനകത്ത് നിന്ന് അപ്പൻ എന്നെ വീണ്ടെടുത്തത് പറയുമ്പോ എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ എൻ്റെ പ്രാണപ്രിയനോടുള്ള നന്ദിയോടെ ഞാൻ പറയുക, പരാജയപ്പെടാൻ നിന്നു കൊടുക്കല്ലേ മക്കളെ. പരാജയപ്പെടാൻ മനസ്സില്ലെന്ന് പറയണം കേട്ടോ. അപ്പന്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് പറയണം, പൈശാചിക മണ്ഡലമേ, എനിക്ക് പരാജയപ്പെടാൻ മനസ്സില്ല, എനിക്ക് തോൽക്കാൻ മനസ്സില്ല, ഞാൻ ജയിക്കും. നമുക്കെതിരെ ലോകം പറയുന്ന വിധികളെ കാര്യമാക്കാത്തൊരു ദൈവമുണ്ട്. ലോകം പറയുന്ന വിധികളെ കാര്യമാക്കാത്തൊരു ദൈവമുണ്ട്. എന്നിട്ട് മാറി നിന്നിട്ട് പറയും, നീ വിശ്വസിച്ചാൽ മതി, ഞാൻ നിന്റെ കൂടെ കാണുമെന്ന്. നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടു നോക്കിക്കേ. നിങ്ങളൊരു മനുഷ്യനായിട്ട് എൻ്റെ ഡാഡിയെ ഒന്ന് കണ്ടു നോക്കിക്കേ, എൻ്റെ ആത്മമണവാളനെ ഒന്ന് കണ്ടു നോക്കിക്കേ, എൻ്റെ പൊന്നും അപ്പനെ ഒന്ന് കണ്ടു നോക്കിക്കേ. അടുത്ത് വന്ന് നിന്നിട്ട് പറയാ, ഞാൻ ശൈലയുടെ പേര് ഒരിക്കൽ കൂടെ വിളിക്കുക കേട്ടോ, ശൈലേ, അവരങ്ങനൊക്കെ പറഞ്ഞോട്ടെ, നീ വിഷമിക്കണ്ട, നീ വിശ്വസിച്ചാൽ മതി, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാം. ഞാൻ ഇത്ര സിമ്പിളായിട്ട് ഇത്ര ലാഘവത്തോടെ ഇത് നിങ്ങളോട് പറയുമ്പോൾ ഞാൻ പലരുടെയും പേര് വിളിച്ച് പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ, നിങ്ങളോടുള്ള ദൂതായിട്ട് ആ കർത്താവിനോട് പറഞ്ഞേ. ഇന്ന് രാത്രി മരിച്ചുപോയി എന്ന് ലോകം പറഞ്ഞു, മരിച്ചുപോയി നാളെ വന്ന് പറഞ്ഞു, ഇനി ഗുരുവിനെ അസഖ്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു. അവിടെ പപ്പ എൻ്റെ ഭാഷയിൽ പറഞ്ഞു, നെവർ മൈൻഡ്. അപ്പ പറഞ്ഞു, അവൻ അങ്ങനെ പറയട്ടെ, നീ വിശ്വസിക്ക, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാം. അസ്തമിച്ചെന്ന് പറഞ്ഞതിനെ, തിരിച്ചു തരത്തില്ലെന്ന് പറഞ്ഞതിനെ, ഇനി ജീവിക്കത്തില്ലെന്ന് പറഞ്ഞതിനെ, ഇനി ജീവനോടെ വെച്ചേക്കത്തില്ലെന്ന് പറഞ്ഞതിനെ സ്വർഗം തിരിച്ചു കൊടുത്തു. കാരണം മരണം അവന് കാര്യമല്ലായിരുന്നു. അവനറിയാം, ഞാൻ ചെന്നാൽ മരണം എൻ്റെ കാൽച്ചുവട്ടിൽ വരും, കാരണം ഞാൻ മരണത്തെ ജയിച്ചവനാണ്. മക്കളെ, ഇന്ന് രാത്രി എൻ്റെ ദൂതുകളെ അവസാനിപ്പിക്കുമ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് ആത്മാവിൽ പറയാം. കാറ്റിനെ അടക്കിയവൻ, കടലിനെ ശാന്തമാക്കിയവൻ, പൈശാചിക മണ്ഡലങ്ങൾ വരെ മുട്ടുകുത്തിയ അരിമനാഥൻ, കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്നവൻ, ആർക്കും അടക്കുവാൻ കഴിയാത്തതിനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി മുട്ടുമടക്കിച്ചവൻ, എവിടെ നിന്ന് വന്നോ ചുഴലിക്കാറ്റിന്റെ ഉത്ഭവസ്ഥാനത്തേക്ക് അതിനെ തിരിച്ചു വിട്ടവൻ. ഇന്ന് രാത്രി പറയുക, നീ കരയണ്ട, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിനക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ വിശ്വസ്തന. മരിച്ചുപോയി, തീർന്നുപോയി എന്ന് പറഞ്ഞ പള്ളിപ്രമാണിയുടെ മകളെ അവൻ തിരിച്ച് ജീവിതത്തിലേക്ക് കൊടുത്തു. ആരാന്നറിയാവോ? നമ്മുടെ അപ്പൻ, മരണത്തെ ജയിച്ചവൻ, മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ, പാതാളത്തിന്റെ മേൽ അധികാരമുള്ളവൻ, അഖിലാണ്ടത്തെ മുഴുവനും കരങ്ങൾക്കുള്ളിൽ കൊണ്ടു നടക്കുന്നവൻ. ആ അപ്പന്റെ കരത്തിൽ ഇന്ന് രാത്രി ആവർത്തിച്ചൊരിക്കൽ കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം. മക്കളെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ചിലതിനെ അടക്കുവാൻ, ചിലതിനെ ഒതുക്കുവാൻ, ചിലതിനെ അനങ്ങാതാക്കുവാൻ, ചിലതിനെ മുട്ടുമടക്കിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച കർത്താവിന്റെ ശ്രേഷ്ഠദാസിയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. മാറാനാഥ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കടന്നു വന്ന് നമ്മളോടൊപ്പം ദൈവവചനം അതിശ്രേഷ്ഠകരമായി സംസാരിച്ച പ്രിയ ദൈവദാസിയുള്ള സ്നേഹത്തെ നന്ദി ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ അറിയിക്കുകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
കേൾപ്പിച്ച എല്ലാ നല്ല വചനങ്ങൾക്കായി ആലോചനകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷമുള്ളവരെല്ലാവരും കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര സന്തോഷമല്ലേ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും. സ്തോത്രം. ആ ദൈവത്തിന്റെ, ആ പ്രാണനാഥന്റെ സ്നേഹത്തിന്റെ ആഴം ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ, ഹല്ലേലൂയ, ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുവാൻ കർത്താവ് ഇടയാക്കി കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഇത്ര സന്തോഷകരമായ വചനമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ദൈവമക്കളെ, ഒന്നും മറന്നു പോകാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നേറുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ജോയിൻ ചെയ്ത എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. വർഷിപ്പ് ലീഡ് ചെയ്യാൻ കടന്നു വന്ന പ്രിയ ദേവദാസനോടും പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയം മുതൽ ഈ സമയം വരെയും കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് നമ്മളെ നടത്തിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയം ദേവദാസി പറഞ്ഞ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് നമുക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഇത്രത്തോളം സമയം ഞങ്ങളുടെ പാതപ്പെടുത്തി ഞങ്ങൾക്ക് ആയിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി തന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ ശബ്ദം തന്റെ ദാസിയിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കപ്പാ. എന്റെ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധി താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് കർത്താവേ അപ്പന്റെ പാദപീഠത്തോട് ചേർന്ന് വസിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ ഞങ്ങളുടെ ദാസിനെ ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ചു കൃപയ്ക്കായി സ്തോത്രം. വചനം പറഞ്ഞ ദാസി ഞങ്ങളുടെ സന്നിധിയിൽ ഒരിക്കൽ കൂടി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. തന്റെ ദാസിയുടെ ശുശ്രൂഷ, ഹല്ലേലൂയ, പോക്കിലെ വരവിലെ സ്തോത്രം കർത്താവേ, ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ദൈവം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക സ്റ്റേജുകൾ ഇനിയും ഒരുക്കി കൊടുക്കണമേ കർത്താവേ. അത്ഭുത സാക്ഷിയാക്കി ദൈവം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ കർത്താവേ, ഇതുപോലെ ഇതിനപ്പുറമായി പിന്നെയും ദൈവത്തോട് ചേർന്ന് വസിക്കുക, ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് പിന്നെയും ഓരോ കാൽച്ചുവടുകൾ എടുത്തു ഹല്ലേലൂയ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം എന്റെ അപ്പൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ മണ്ഡലത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദാനമായി നൽകിക്കൊടുത്ത കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പാ, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം കർത്താവേ തന്റെ ദാസിയിൽ കൂടി കർത്താവ് ഹല്ലേലൂയ മറ്റുള്ളവർ മനസ്സിലാക്കി ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പാ, കൂടി വന്ന ഓരോ ഡിവൈസിലുള്ള ഓരോരുത്തരെയും പേരുവരായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന അപ്പച്ച കർത്താപ്പച്ചൻ അവരോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ. ദൈവകൃപയിൽ ഞങ്ങൾ കർത്താവെ മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തയോട് ദൈവത്തിന്റെ സന്നിധി ജീവിപ്പാൻ ഭയഭക്തിയോട് കർത്താവേ അപ്പാ വിളിയും തെരഞ്ഞെടുപ്പ് ഏറ്റവും അധികം ഉറപ്പാക്കിക്കൊണ്ട് ഓരോ ദിവസവും കാൽച്ചുവളി എടുത്തു വെക്കുവാൻ അപ്പാ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. കൃപയ്ക്കുള്ളിൽ മറയട്ട് കർത്താവേ. അടുത്ത മാസം ഞങ്ങൾ കൂടി വരുവോളാം കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഞാനും കേട്ടിരിക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ കൃപയോട് കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും സഹവാസവും നമ്മളെല്ലാവരോടും കൂടെയും ഇന്ന് വർഷിപ്പിച്ച് ലീഡ് ചെയ്ത പ്രിയ ദേവദാസനോടും വചന ശുശ്രൂഷ പ്രിയ ദേവദാസിയോടും ജോയിൻ ചെയ്ത എല്ലാവരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകി തന്ന യേശു അപ്പായ്ക്ക് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ